ഹലോ നമസ്കാരം കൂട്ടുകാരെ. യൂണിവേഴ്സിറ്റി LGSനായിട്ടുള്ള സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള SCERT പാഠഭാഗങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 4ാമത്തെ മൊഡ്യൂളിൽ വരുന്ന കുറച്ച് ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിയുന്നതോടുകൂടി നമ്മുടെ ഈ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ്സിലോട്ട് കിടക്കുകയാണ്. 10ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററാണ് ഋതുഭേദങ്ങളും സമയവും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ഋതുഭേദങ്ങളും സമയവും. ഓക്കെ, അപ്പോൾ നമ്മൾ സമയം ഒട്ടും പാഴാക്കാതെ ക്ലാസ്സിലോട്ട് കിടക്കാം. വ്യത്യസ്ത ഋതുക്കളിലെ പ്രധാന സവിശേഷത സൗരോർജ ലഭ്യതയിലുള്ള ഏറ്റക്കുറച്ചിലാണ്. വ്യത്യസ്ത ഋതുക്കളാണ് നമുക്കുള്ളത് അല്ലേ. ഈ ഋതുക്കളുടെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് സൗരോർജ ലഭ്യതയിലുള്ള ഏറ്റക്കുറച്ചിലാണ്. സൗരോർജ ലഭ്യതയിൽ ഏറ്റക്കുറച്ചിലിനു കാരണം ഭൂമിയുടെ പരിക്രമണവും അച്ചുതണ്ടിൻ്റെ ചരിവുമാണ്. അപ്പോൾ സൗരോർജ ലഭ്യതയിൽ എന്തുകൊണ്ടാണ് ഏറ്റക്കുറച്ചിൽ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ പരിക്രമണവും അച്ചുതണ്ടിൻ്റെ ചരിവ് മൂലമാണ് സൗരോർജ ലഭ്യതയിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാവുന്നത്. ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തിലൂടെ ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നതാണ് പരിക്രമണം എന്ന് പറയുന്നത്. ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തിലൂടെ ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നതാണ് എന്തെന്നറിയപ്പെടുന്നത് പരിക്രമണം എന്ന് അറിയപ്പെടുന്നത്. ഭൂമിയുടെ അച്ചുതണ്ടിന് പരിക്രമണ തലത്തിൽ നിന്നുള്ള ചരിവ് 66.5 ഡിഗ്രി ആണ്. എന്താണ് പരിക്രമണ ചരിവ്? ഭൂമിയുടെ അച്ചുതണ്ടിന് പരിക്രമണ തലത്തിൽ നിന്നുള്ള ചരിവ് എന്ന് പറയുന്നത് 66.5 ഡിഗ്രിയാണ്. ഭൂമിയുടെ അച്ചുതണ്ടിന് ലംബത്തിൽ നിന്നുള്ള ചരിവ് 23.5 ഡിഗ്രിയാണ്. 23.5 ഡിഗ്രി. ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവ് പരിക്രമണ വേളയിലുടനീളം നിലനിർത്തപ്പെടുന്നത് അറിയപ്പെടുന്നത് അച്ചുതണ്ടിൻ്റെ സമാന്തരത എന്നാണ്. അതായത് ഭൂമി സൂര്യനെ വലം വയ്ക്കുമ്പോഴും അതിൻ്റെ ചരിവിൽ എന്തുണ്ടാവില്ല, മാറ്റം ഉണ്ടാവില്ല അല്ലേ. അത് എപ്പോഴും ഒരേപോലെ അല്ലേ, ഒരേപോലെയാണ് അത് അതിൻ്റെ ഈ പരിക്രമണ ചരിവ് നിലനിർത്തി പോരുന്നത്. ഇതിനെ പറയുന്ന പേരാണ് അച്ചുതണ്ടിൻ്റെ സമാന്തരത. ഓക്കെ, ക്ലിയർ ആയോ? അതായത് നിങ്ങളിത് വിഷ്വലൈസ് ചെയ്യണം. നമ്മളെപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു, ജോഗ്രഫി പഠിക്കുന്ന സമയത്ത് ഭൂമി നമ്മളൊരു ഗ്ലോബിനെ സങ്കല്പിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് കാണിച്ചിട്ടുള്ള ഏതെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിൽ, അതായത് ഭൂമിയുടെ പരിക്രമണമൊക്കെ കാണിക്കുന്ന ഭ്രമണവും പരിക്രമണമൊക്കെ കാണിക്കുന്ന വീഡിയോസ് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അതൊന്ന് കണ്ടു നോക്കിയതിന് ശേഷം ക്ലാസ് കേൾക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ചരിവ് എന്താണ്, എന്തുകൊണ്ടാണ് പരിക്രമണത്തിന് ഇത്ര ചരിവുണ്ട് എന്നൊക്കെ പറയണമെന്നുള്ളത് നിങ്ങൾക്കൊന്ന് വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓർമ്മ നിൽക്കും. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞു വന്നത്? ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവ് പരിക്രമണ വേളയിലുടനീളം നിലനിർത്തപ്പെടുന്നത് അറിയപ്പെടുന്നതാണ് അച്ചുതണ്ടിൻ്റെ സമാന്തരത. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിനം അറിയപ്പെടുന്നത് സൂര്യസമീപന ദിനം, സൂര്യസമീപ ദിനം അഥവാ സൂര്യസമീപകം എന്നറിയപ്പെടുന്നു. അതായത് പെരിഹീലിയൻ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഈ നമ്മൾ പെരിഹീലിയൻ കേട്ടിട്ടുണ്ട് അല്ലേ. അതിൻ്റെ മലയാളം വേർഡ് എന്താണ്? സൂര്യസമീപ ദിനം അഥവാ സൂര്യസമീപകം എന്നതാണ് അതിൻ്റെ മലയാളം വേർഡ്. അപ്പം നമ്മൾ പെരിഹീലിയൻ എന്ന് തന്നെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിനം അറിയപ്പെടുന്നത് പെരിഹീലിയൻ. പെരി എന്നൊക്കെ പറയുമ്പോൾ വലുതായിട്ട് എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് കഴിയും അല്ലേ. അപ്പോൾ അതങ്ങനെ കണക്ട് ചെയ്ത് വയ്ക്കുക. ഭൂമി സൂര്യനോട് ഏറ്റവും അകലെ വരുന്ന ദിനം അറിയപ്പെടുന്നത് സൂര്യ വിദൂര ദിനം, അതായത് അപ്ഹീലിയൻ അഥവാ സൂര്യോച്ചം എന്നറിയപ്പെടുന്നു. ഇതാണ് ഭൂമി സൂര്യനോട് ഏറ്റവും അകലെ വരുന്ന ദിനമാണ് എന്ത്? അപ്ഹീലിയൻ. ഓക്കെ, അപ്ഹീലിയൻ എന്ന് പറയുമ്പോൾ കൂടുതൽ ഉയരത്തിൽ എന്നൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് വെക്കുക. അടുത്തത് പെരിഹീലിയൻ ദിനം. എന്നാണ് ഈ പെരിഹീലിയൻ ദിനം? ജനുവരി 3 ജനുവരി 3 പെരിഹീലിയൻ ദിനം. അതായത് ഭൂമി സൂര്യൻ എന്താണ് അടുത്ത് വരികയാണ് അല്ലേ. ഭൂമി സൂര്യൻ്റെ അടുത്ത് വരികയാണ്. ഇപ്പം എന്തായിരിക്കും? ചൂടായിരിക്കും അല്ലേ. ഇപ്പം നമുക്ക് മഞ്ഞുകാലമൊക്കെ കഴിഞ്ഞ് ചൂട് അനുഭവപ്പെടാൻ തുടങ്ങുന്നത് എപ്പോഴായിരിക്കും? ജനുവരിയിലായിരിക്കും അല്ലേ. അപ്പോൾ ഈ പെരിഹീലിയൻ എന്ന് പറയുന്ന ദിവസം ജനുവരി 3 ഓർത്തിരിക്കുക. അടുത്തത് അപ്ഹീലിയൻ ദിനമാണ്. അപ്ഹീലിയൻ ദിനം എന്നാണ്? ജൂലൈ 4 അതായത് ഭൂമി സൂര്യനിൽ നിന്ന് അകലേക്ക് പോകുന്ന ദിവസം അല്ലേ. അതാണ് എന്ത്? അപ്ഹീലിയൻ. ഓക്കെ, അടുത്തത് അച്ചുതണ്ടിൻ്റെ ചരിവ് പരിക്രമണ വേളയിലുടനീളം ഒരുപോലെ നിലനിർത്തുന്നതിനാൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്കും, അതായത് 23.5 ഡിഗ്രി വടക്ക്
അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഉത്തരായന രേഖ എന്ന് പറയുന്നത്. ദക്ഷിണായന രേഖയ്ക്കും, അതായത് ഭൂമധ്യരേഖയുടെ താഴെ 23.5 ഡിഗ്രി ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്നത് അറിയപ്പെടുന്നതാണ് സൂര്യൻ്റെ അയനം എന്ന് പറയുന്നത്. അതായത് സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം, സൂര്യൻ്റെ സ്ഥാനം നമ്മുടെ ഭൂമിയുടെ ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും എത്ര ഡിഗ്രിയാണ് പറഞ്ഞത്? 23.5 ഡിഗ്രി അല്ലേ? വടക്കും തെക്കുമായിട്ട് സൂര്യൻ്റെ അയനം എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യൻ്റെ സ്ഥാനം അല്ലേ വ്യത്യാസപ്പെടുന്നുണ്ട്. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതിനെ പറയുന്ന പേരാണ് സൂര്യൻ്റെ അയനം എന്ന് പറയുന്നത്. ഓക്കെ, സൂര്യൻ്റെ അപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖ 23.5 ഡിഗ്രി വടക്കിനും ദക്ഷിണായന രേഖ 23.5 ഡിഗ്രി തെക്കിനും ഇടയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു അല്ലേ? സൂര്യൻ എന്താണ്? സഞ്ചരിക്കുന്നത് പോലെ തോന്നുന്നു. അപ്പം ഇതിനെ പറയുന്ന പേരാണ് സൂര്യൻ്റെ അയനം. ഭൂമിയിൽ ഋതുഭേദങ്ങൾക്ക് കാരണം സൂര്യൻ്റെ അയനമാണ്. ഭൂമിയിൽ ഋതുഭേദങ്ങൾ ഉണ്ടാവാൻ കാരണം എന്താണ്? സൂര്യൻ്റെ അയനമാണ്. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഋതുഭേദങ്ങൾ പൊതുവെ പ്രകടമാകാതിരിക്കാൻ കാരണം വർഷം മുഴുവൻ ഉയർന്ന തോതിൽ സൂര്യപ്രകാശം ലഭിക്കുന്നതിനാലാണ്. അപ്പോൾ ഉഷ്ണമേഖലാ പ്രദേശങ്ങളുണ്ടല്ലോ, അവിടെ എന്തുണ്ടാവില്ല? ഋതുഭേദങ്ങൾ പൊതുവെ കാണപ്പെടാറില്ല. അതിന് കാരണം വർഷം മുഴുവൻ എന്തായിരിക്കും? അവിടെ ഉയർന്ന തോതിലുള്ള സൂര്യപ്രകാശം ലഭിക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് റിവൈസ് ചെയ്താലോ? വ്യത്യസ്ത ഋതുക്കളിലെ പ്രധാന സവിശേഷത സൗരോർജ്ജ ലഭ്യതയിലുള്ള ഏറ്റക്കുറച്ചിലാണ്. സൗരോർജ്ജ ലഭ്യതയിൽ ഏറ്റക്കുറച്ചിലിന് കാരണം ഭൂമിയുടെ പരിക്രമണവും അച്ചുതണ്ടിൻ്റെ ചരിവുമാണ്. ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തിലൂടെ ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നതാണ് പരിക്രമണം. ഭൂമിയുടെ അച്ചുതണ്ടിന് പരിക്രമണ തലത്തിൽ നിന്ന് ഉള്ള ചരിവ് 66.5 ഡിഗ്രിയും ലംബതലത്തിൽ നിന്നുള്ള ചരിവ് 23.5 ഡിഗ്രിയുമാണ്. ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവ് പരിക്രമണ വേളയിലുടനീളം നിലനിർത്തപ്പെടുന്നത് അറിയപ്പെടുന്നതാണ് അച്ചുതണ്ടിൻ്റെ സമാന്തരത. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിനം അറിയപ്പെടുന്നത് എന്താണ്? പെരിഹീലിയൻ. ഭൂമി സൂര്യനോട് ഏറ്റവും അകലെ വരുന്ന ദിനമാണ് അപ്പിഹീലിയൻ. അപ്പോൾ പെരിഹീലിയൻ എന്നാണ് ജനുവരി 3, അപ്പിഹീലിയൻ ജൂലൈ 4. അച്ചുതണ്ടിൻ്റെ ചരിവ് പരിക്രമണ വേളയിലുടനീളം ഒരുപോലെ നിലനിർത്തുന്നതിനാൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്ക്, അതായത് 23.5 ഡിഗ്രി വടക്ക്, ദക്ഷിണായന രേഖയ്ക്ക്, അതായത് 23.5 ഡിഗ്രി തെക്കിനും ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്നത് പറയുന്നതാണ് സൂര്യൻ്റെ അയനം. ഭൂമിയിൽ ഋതുഭേദങ്ങൾക്ക് കാരണം സൂര്യൻ്റെ അയനമാണ്. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഋതുഭേദങ്ങൾ പൊതുവെ പ്രകടമാകാതിരിക്കാൻ കാരണം വർഷം മുഴുവൻ ഉയർന്ന തോതിൽ സൂര്യപ്രകാശം ലഭിക്കുന്നതിനാലാണ്. പൊതുവെ ഋതുക്കൾ എത്ര തരമാണുള്ളത്? 4 തരമാണ്. വസന്തം, ഗ്രീഷ്മം, ഹേമന്തം, ശൈത്യം. പൊതുവെ 4 തരം ഋതുക്കളാണുള്ളത്. വസന്തം, ഗ്രീഷ്മം, ഹേമന്തം, ശൈത്യം. എല്ലാ ഋതുക്കളുടെയും സവിശേഷതകൾ വ്യക്തമായി അനുഭവപ്പെടുന്ന പ്രദേശമാണ് മിതോഷ്ണ മേഖലാ പ്രദേശങ്ങൾ അഥവാ മധ്യ അക്ഷാംശ മേഖല. എല്ലാ ഋതുക്കളുടെയും സവിശേഷതകൾ വ്യക്തമായി അനുഭവപ്പെടുന്ന പ്രദേശമാണ് മിതോഷ്ണ മേഖലാ പ്രദേശങ്ങൾ അഥവാ മധ്യ അക്ഷാംശ മേഖല. സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലാകുന്ന ദിനങ്ങളിൽ 2 അർദ്ധഗോളങ്ങളിൽ തുല്യ രാത്രിയും പകലും അനുഭവപ്പെടുന്നത് അറിയപ്പെടുന്നതാണ് വിഷുവങ്ങൾ അഥവാ സമരാത്ര ദിനങ്ങൾ. എന്താണ്? സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലാകുന്ന ദിനങ്ങളിൽ 2 അർദ്ധഗോളങ്ങളിലും തുല്യ രാത്രിയും പകലും അനുഭവപ്പെടുന്നതാണ് വിഷുവങ്ങൾ അഥവാ സമരാത്ര ദിനങ്ങൾ എന്ന് പറയുന്നത്. വിഷുവ ദിനങ്ങൾ ഏതെല്ലാമാണ്? മാർച്ച് 21, സെപ്റ്റംബർ 23. മാർച്ച് 21, സെപ്റ്റംബർ 23 എന്നിവ വിഷുവ ദിനങ്ങളാണ്. സൂര്യൻ ഭൂമധ്യരേഖയിൽ നിന്ന് വടക്കോട്ട് അയനം ചെയ്ത് ഉത്തരായന രേഖയ്ക്ക് നേർമുകളിലെത്തുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമുള്ള പകലും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്നതാണ് ഗ്രീഷ്മായനാന്തം. എന്താണ്? സൂര്യൻ ഭൂമധ്യരേഖയിൽ നിന്ന് വടക്കോട്ട് അയനം ചെയ്ത് ഉത്തരായന രേഖയ്ക്ക് നേർമുകളിലെത്തുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമുള്ള പകലും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്നതാണ് ഗ്രീഷ്മ അയനാന്തം. ഉത്തരാർദ്ധഗോളത്തിലെ ഗ്രീഷ്മ അയനാന്ത ദിനമാണ് ജൂൺ 21. ഉത്തരാർദ്ധഗോളത്തിലെ ഗ്രീഷ്മ അയനാന്ത ദിനം എന്നാണ്? ജൂൺ 21.
സൂര്യൻ ഭൂമധ്യരേഖയിൽ നിന്ന് തെക്കോട്ടയനം ചെയ്ത ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിൽ എത്തുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ഹ്രസ്വമായ പകലും ഏറ്റവും ദൈർഘ്യമുള്ള രാത്രിയും അനുഭവപ്പെടുന്നതാണ് ശൈത്യ അയനാന്തം എന്നറിയപ്പെടുന്നത്. എന്താണ് ശൈത്യ അയനാന്തം? ഉത്തരാർദ്ധഗോളത്തിലെ ശൈത്യ അയനാന്ത ദിനമാണ് ഡിസംബർ 22. എന്താണ്? സൂര്യൻ ഭൂമധ്യരേഖയിൽ നിന്ന് തെക്കോട്ടയനം ചെയ്ത ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിൽ എത്തുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ഹ്രസ്വമായ പകലും ഏറ്റവും ദൈർഘ്യമുള്ള രാത്രി അനുഭവപ്പെടുന്നത് അറിയപ്പെടുന്നതാണ് ശൈത്യ അയനാന്തം. ഉത്തരാർദ്ധഗോളത്തിലെ ശൈത്യ അയനാന്ത ദിനമാണ് ഡിസംബർ 22. നോക്കാം മാസങ്ങൾ, സൂര്യൻ്റെ അയനം, ഋതുക്കൾ ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും എങ്ങനെയാണെന്ന്. മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ സൂര്യൻ്റെ അയനം ഭൂമധ്യരേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്കാണ്. അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ വസന്തവും ദക്ഷിണാർദ്ധഗോളത്തിൽ ഹേമന്തവുമായിരിക്കും. ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെ സൂര്യൻ്റെ അയനം ഉത്തരാർദ്ധരേഖയിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്കായിരിക്കും. അന്ന് ഋതുക്കൾ ഉത്തരാർദ്ധഗോളത്തിൽ ഗ്രീഷ്മവും ദക്ഷിണാർദ്ധഗോളത്തിൽ ശൈത്യവുമായിരിക്കും. സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ സൂര്യൻ്റെ അയനം ഭൂമധ്യരേഖയിൽ നിന്ന് ദക്ഷിണായന രേഖയിലേക്ക് ആവുമ്പോൾ ഋതുക്കൾ ഹേമന്തം ഉത്തരാർദ്ധഗോളത്തിലും വസന്തം ദക്ഷിണാർദ്ധഗോളത്തിലും. ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെയുള്ള മാസങ്ങളിൽ സൂര്യൻ്റെ അയനം ദക്ഷിണായന രേഖയിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്ക്. ഋതുക്കൾ ഉത്തരാർദ്ധഗോളത്തിൽ ശൈത്യവും ദക്ഷിണാർദ്ധഗോളത്തിൽ ഗ്രീഷ്മവുമായിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? നോക്കാം അടുത്ത ഭാഗം. വേനൽക്കാലത്തിൻ്റെ തീക്ഷ്ണതയിൽ നിന്ന് ശൈത്യകാലത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ കാലമാണ് ഹേമന്തകാലം. വേനൽക്കാലത്തിൻ്റെ തീക്ഷ്ണതയിൽ നിന്ന് ശൈത്യകാലത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ കാലമാണ് ഹേമന്തകാലം. മരങ്ങൾ പൊതുവെ ഇല പൊഴിക്കുന്ന കാലമാണ് ഹേമന്തകാലം. മരങ്ങൾ പൊതുവെ ഇല പൊഴിക്കുന്ന കാലം ഹേമന്തകാലം. ഇന്ത്യയിൽ പരമ്പരാഗത ഋതുക്കൾ 6 തരത്തിലാണുള്ളത്. വസന്തകാലം, ഗ്രീഷ്മകാലം, വർഷകാലം, ശരത്കാലം, ഹേമന്തകാലം, ശിശിരകാലം. ഇന്ത്യയിൽ പരമ്പരാഗത ഋതുക്കൾ 6 തരമാണ്. വസന്തകാലം മാർച്ച് ടു ഏപ്രിൽ, ഗ്രീഷ്മകാലം മെയ് ടു ജൂൺ, വർഷകാലം ജൂലൈ ടു ഓഗസ്റ്റ്, ശരത്കാലം സെപ്റ്റംബർ ടു ഒക്ടോബർ, ഹേമന്തകാലം നവംബർ ടു ഡിസംബർ, ശിശിരകാലം ജനുവരി ടു ഫെബ്രുവരി. ദക്ഷിണായന രേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനമാണ് ഉത്തരായനം. എന്താണ്? ദക്ഷിണായന രേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനമാണ് ഉത്തരായണം. നമ്മളിത് പഠിക്കുമ്പോൾ നമ്മളിതൊക്കെ വിഷ്വലൈസ് ചെയ്ത് വെക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം. നോക്കാം. പൊതുവെ ഋതുക്കൾ 4 തരമാണ്. വസന്തം, ഗ്രീഷ്മം, ഹേമന്തം, ശൈത്യം. എല്ലാ ഋതുക്കളുടെയും സവിശേഷതകൾ വ്യത്യസ്തമായി അനുഭവപ്പെടുന്ന പ്രദേശമാണ് മിതോഷ്ണ മേഖലാ പ്രദേശം അഥവാ മധ്യ അക്ഷാംശ മേഖല. സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഭൂമധ്യരേഖയിൽ നേർമുകളിലാകുന്ന ദിനങ്ങളിൽ 2 അർദ്ധഗോളങ്ങളിലും തുല്യ രാത്രിയും പകലും അനുഭവപ്പെടുന്നത് അറിയപ്പെടുന്നതാണ് വിഷുവങ്ങൾ അഥവാ സമരാത്ര ദിനങ്ങൾ. വിഷുവ ദിനങ്ങൾ മാർച്ച് 21, സെപ്റ്റംബർ 23. സൂര്യൻ ഭൂമധ്യരേഖയിൽ നിന്ന് വടക്കോട്ട് അയനം ചെയ്ത് ഉത്തരായന രേഖയ്ക്ക് നേർമുകളിൽ എത്തുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമുള്ള പകലും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്നതാണ് ഗ്രീഷ്മായനാന്തം. ഉത്തരാർദ്ധഗോളത്തിലെ ഗ്രീഷ്മ അയനാന്ത ദിനം ജൂൺ 21. സൂര്യൻ ഭൂമധ്യരേഖയിൽ നിന്ന് തെക്കോട്ടയനം ചെയ്ത ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിൽ എത്തുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ഹ്രസ്വമായ പകലും ഏറ്റവും ദൈർഘ്യമുള്ള രാത്രിയും അറിയപ്പെടുന്നത് ശൈത്യ അയനാന്തം. ഉത്തരാർദ്ധഗോളത്തിലെ ശൈത്യ അയനാന്ത ദിനം ഡിസംബർ 22. ഓക്കെ, അടുത്തത് എന്താണ്? മാസങ്ങൾ, സൂര്യൻ്റെ അയനം, ഋതുക്കൾ. ഓക്കെ, നോക്കാം. മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ ഭൂമധ്യരേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്ക് ഉത്തരാർദ്ധഗോളത്തിൽ വസന്തം, ദക്ഷിണാർദ്ധഗോളത്തിൽ ഹേമന്തം. ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെ സൂര്യൻ്റെ അയനം ഉത്തരായന രേഖയിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്ക്. ഋതുക്കൾ ഉത്തരാർദ്ധഗോളത്തിൽ ഗ്രീഷ്മം, ദക്ഷിണാർദ്ധഗോളത്തിൽ ശൈത്യം. മാസങ്ങൾ സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ സൂര്യൻ്റെ അയനം ഭൂമധ്യരേഖയിൽ നിന്ന് ദക്ഷിണായന രേഖയിലേക്ക്. ഋതുക്കൾ ഉത്തരാർദ്ധഗോളത്തിൽ ഹേമന്തവും ദക്ഷിണാർദ്ധഗോളത്തിൽ വസന്തവുമായിരിക്കും. ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെ സൂര്യൻ്റെ അയനം ദക്ഷിണായന രേഖയിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്ക്. ഉത്തരാർദ്ധഗോളത്തിൽ ശൈത്യവും ദക്ഷിണാർദ്ധഗോളത്തിൽ ഗ്രീഷ്മവും ആയിരിക്കും. ഓക്കെ, വേനൽക്കാലത്തിൻ്റെ തീക്ഷ്ണതയിൽ നിന്ന് ശൈത്യകാലത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ കാലം ഹേമന്തകാലമാണ്. മരങ്ങൾ പൊതുവെ ഇല പൊഴിക്കുന്ന കാലം ഏതാണ്? ഹേമന്തകാലമാണ്. ഇന്ത്യയിൽ പരമ്പരാഗത ഋതുക്കൾ 6 തരം.
ഇന്ത്യയിൽ പൊതുവെ ഋതുക്കൾ 4 തരം എന്ന് പറഞ്ഞു. എന്നാൽ ഇന്ത്യയിൽ പരമ്പരാഗത ഋതുക്കൾ 6 തരമാണ്. വസന്തകാലം മാർച്ച് ടു ഏപ്രിൽ, ഗ്രീഷ്മകാലം മെയ് ടു ജൂൺ, വർഷകാലം ജൂലൈ ടു ഓഗസ്റ്റ്, ശരത്കാലം സെപ്റ്റംബർ ടു ഒക്ടോബർ, ഹേമന്തകാലം നവംബർ ടു ഡിസംബർ, ശിശിരകാലം ജനുവരി ടു ഫെബ്രുവരി. ദക്ഷിണായന രേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനം അറിയപ്പെടുന്നത് ഉത്തരായനം. ഓക്കെ, ഇത്രയും ഭാഗം ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഉത്തരായന കാലത്ത് ഉത്തരാർദ്ധഗോളത്തിൽ പകലിൻ്റെ ദൈർഘ്യം ക്രമേണ കൂടി വരുന്നു. ഉത്തരായന കാലത്ത് ഉത്തരാർദ്ധഗോളത്തിൽ പകലിൻ്റെ ദൈർഘ്യം ക്രമേണ കൂടി വരുന്നു. എന്തുകൊണ്ടാണ്? സൂര്യൻ എങ്ങോട്ടാണ് അയനം ചെയ്യുന്നത്? ഉത്തരാർദ്ധഗോളത്തിലേക്കാണ് അല്ലേ. അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ എന്തായിരിക്കും? ചൂട് കൂടി വരും അല്ലേ, പകലിൻ്റെ ദൈർഘ്യം കൂടി വരും. ഉത്തരായന രേഖയിൽ നിന്ന് ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനമാണ് ദക്ഷിണായനം. അതുപോലെ അതായത് നമ്മൾ ദക്ഷിണായനം പറഞ്ഞ പോലെ തന്നെ ഉത്തരായനം പറഞ്ഞു അല്ലേ. എന്താണ് ഉത്തരായനം? ദക്ഷിണാർദ്ധഗോളത്തിൽ നിന്നും സൂര്യൻ എങ്ങോട്ട് പോകുന്നു? ഉത്തരാർദ്ധഗോളത്തിലോട്ട് പോകുന്നു. അതാണ് ഉത്തരായനം. അതുപോലെ ഉത്തരായന രേഖയിൽ നിന്ന് ദക്ഷിണായന രേഖയിലേക്ക് എന്ത് പോകുന്നു? സൂര്യൻ അയനം ചെയ്യുന്നത് കൊണ്ടാണ് അത് ദക്ഷിണായനം എന്നറിയപ്പെടുന്നത്. ദക്ഷിണായന കാലത്ത് ഉത്തരാർദ്ധഗോളത്തിൽ പകലിൻ്റെ ദൈർഘ്യം ക്രമേണ കുറഞ്ഞു വരികയും ദക്ഷിണായന കാലത്ത് എന്തായിരിക്കും? സൂര്യൻ എവിടെയായിരിക്കും? ദക്ഷിണാർദ്ധഗോളത്തിലേക്കായിരിക്കും അല്ലേ. അപ്പോൾ അവിടെ പകലിൻ്റെ ദൈർഘ്യം കൂടി വരികയും ചെയ്യുന്നു. ക്ലിയർ ആണോ? മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയുള്ള 6 മാസക്കാലം സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലായതിനാൽ ഉത്തര ധ്രുവ പ്രദേശങ്ങളിൽ 6 മാസക്കാലം തുടർച്ചയായി പകലും ദക്ഷിണ ധ്രുവത്തിൽ രാത്രിയും ആയിരിക്കും. എന്താ പറയുന്നത്? മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയുള്ള 6 മാസക്കാലം സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലായതിനാൽ ഉത്തര ധ്രുവ പ്രദേശങ്ങളിൽ 6 മാസക്കാലം തുടർച്ചയായി പകലും ദക്ഷിണ ധ്രുവങ്ങളിൽ രാത്രിയും ആയിരിക്കും. ക്ലിയർ ആണോ? എന്തുകൊണ്ടാണ്? സൂര്യൻ ആദ്യം എവിടെയായിരുന്നു? ഉത്തരാർദ്ധഗോളത്തിലായിരുന്നു. പിന്നീട് ഉത്തരാർദ്ധഗോളത്തിൽ നിന്ന് എങ്ങോട്ട് വരുന്നുണ്ട്? ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് വരുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് സൂര്യൻ എന്ത് ചെയ്യുന്നു? സൂര്യൻ്റെ അയനം ഉണ്ടാകുന്നു അല്ലേ. സൂര്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, അടുത്ത പോയിന്റ്. സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയുള്ള 6 മാസക്കാലം സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിലായതിനാൽ ഈ 6 മാസക്കാലം ഉത്തര ധ്രുവത്തിൽ രാത്രിയും ദക്ഷിണ ധ്രുവത്തിൽ പകലുമായിരിക്കും. സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയുള്ള ഇതൊക്കെ ഓർത്തിരിക്കുക കേട്ടോ. ഈ കാര്യങ്ങൾ, ഈ കൺസെപ്റ്റ് ആദ്യം പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് എന്താവില്ല, ഒരു കൺഫ്യൂഷനും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ എന്താണ് ദക്ഷിണായനം, എന്താണ് ഉത്തരായനം എന്നുള്ള കാര്യങ്ങൾ, സൂര്യൻ്റെ അയനം എന്താണെന്നും ഋതുക്കൾ ആണെന്നും ഋതുഭേദങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നൊക്കെ ഒരു ധാരണ കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും ഇത് മറന്നു പോവില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കി പഠിക്കാനായിട്ട് തന്നെ ശ്രമിക്കുക. നോക്കാം. സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയുള്ള 6 മാസക്കാലം സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിലായതിനാൽ ഈ 6 മാസക്കാലം ഉത്തര ധ്രുവത്തിൽ രാത്രിയും ദക്ഷിണ ധ്രുവത്തിൽ പകലുമായിരിക്കും. പാതിര സൂര്യൻ്റെ നാട്ടിൽ ആരുടെ കൃതിയാണ്? എസ് കെ പൊറ്റക്കാട്. പാതിര സൂര്യൻ്റെ നാട്ടിൽ എന്നത് ആരുടെ കൃതിയാണ്? എസ് കെ പൊറ്റക്കാടിൻ്റെ കൃതിയാണ്. രാത്രിയും പകലും ഉണ്ടാവാൻ കാരണം നമുക്കറിയാം അല്ലേ. ഭൂമി ഭ്രമണം ചെയ്യുന്നതിനാലാണ്. ഭൂമി എന്ത് ചെയ്യുന്നു? ഭ്രമണം ചെയ്യുന്നു. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? രാത്രിയും പകലും ഉണ്ടാകുന്നത്. ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ്. ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലേ. ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ്. 0° രേഖാംശരേഖ അറിയപ്പെടുന്നത് ഗ്രീനിച്ച് രേഖ എന്നാണ്. 0° രേഖാംശരേഖ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഗ്രീനിച്ച് രേഖ. ബ്രിട്ടീഷ് വാന നിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്നത് ഗ്രീനിച്ചിലാണ്. എവിടെയാണ്? ഗ്രീനിച്ചിലാണ്. ലോകത്ത് എവിടെയുമുള്ള സമയം നിർണ്ണയിക്കുന്നത് ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കി ആയതിനാൽ ഗ്രീനിച്ച് രേഖ അറിയപ്പെടുന്നത് പ്രൈം മെറിഡിയൻ എന്നാണ്. ലോകത്ത് എവിടെയുമുള്ള സമയം നിർണ്ണയിച്ചിരിക്കുന്നത് ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കി ആയതിനാൽ ഗ്രീനിച്ച് രേഖ അറിയപ്പെടുന്നത് പ്രൈം മെറിഡിയൻ. ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കി ലോകത്തെ എത്ര സമയ മേഖലകളായി വേർതിരിച്ചിരിക്കുന്നു? 24. ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കി ലോകത്തെ എത്ര സമയ മേഖലകളായി വേർതിരിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ എത്രയാണ്? 24.
4. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കുന്നതിനുള്ള മാനക രേഖാംശം 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശമാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കുന്നതിനുള്ള മാനക രേഖാംശം ഏതാണ്? 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശം. കൂട്ടുകാരെ, നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ, ഈ ഒരു പോയിന്റ് മസ്റ്റായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കും. യാതൊരു സംശയവുമില്ല, എല്ലാ ചോദ്യ പേപ്പറിലും കാണുന്നൊരു പോയിൻ്റാണത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കുന്നതിനുള്ള മാനക രേഖാംശം 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശം. അതുപോലെ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ കടന്നു പോകുന്ന കടലിടുക്ക് ഏതാണ്? ബെറിങ് കടലിടുക്കാണ്. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ കടന്നു പോകുന്ന കടലിടുക്ക് ബെറിങ് കടലിടുക്കാണ്. 0 ഡിഗ്രി ഗ്രീനിച്ച് രേഖ അറിയപ്പെടുന്നത് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ, അതായത് 0 ഡിഗ്രി രേഖാംശ രേഖ അറിയപ്പെടുന്നതാണ് എന്ത്? അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. ഗ്രീനിച്ച് സമയത്തേക്കാൾ എത്ര കൂടുതലാണ് ഇന്ത്യൻ സമയം? 5.5 മണിക്കൂർ. എത്രയാണ്? 5.5 മണിക്കൂർ കൂടുതലാണ് ഇന്ത്യൻ സമയം. ഗ്രീനിച്ച് സമയത്തേക്കാൾ എത്ര സമയം കൂടുതലാണ് ഇന്ത്യൻ സമയം? 5.5 മണിക്കൂർ. നോക്കൂ, ഇതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള എല്ലാ പോയിൻറ്റ്സും PYQ തന്നെയാണ്. തീർച്ചയായിട്ടും ചോദിച്ചിരിക്കും, അതിൽ യാതൊരു സംശയമില്ല കേട്ടോ. അപ്പോൾ ഇത് എന്തായാലും റിപ്പീറ്റ് ചെയ്ത് വായിച്ച് പഠിച്ചിരിക്കുക. അടുത്തത് ഗ്രീനിച്ചിൽ നിന്ന് കിഴക്കോട്ട്. ഗ്രീനിച്ചിൽ നിന്ന് ഏതാണ് ഗ്രീനിച്ച്? 0 ഡിഗ്രി രേഖാംശ രേഖ. അപ്പോൾ ഗ്രീനിച്ചിൽ നിന്ന് കിഴക്കോട്ട് 15 ഡിഗ്രി രേഖാംശത്തിന് 1 മണിക്കൂർ കൂടുന്നു. അതായത് ഗ്രീനിച്ചിൽ നിന്ന് കിഴക്കോട്ട് 15 ഡിഗ്രി രേഖാംശത്തിന് 1 മണിക്കൂർ കൂടിയിട്ടാണ് അങ്ങനെ പോകുന്നത്. അപ്പോൾ ഇന്ത്യൻ സമയത്തേക്കാൾ 3.5 മണിക്കൂർ കൂടുതലാണ് ജപ്പാൻ സമയം. ഇന്ത്യൻ സമയത്തേക്കാൾ എത്ര മണിക്കൂർ കൂടുതലാണ് ജപ്പാൻ സമയം? 3.5 മണിക്കൂർ കൂടുതലാണ്. ഏതിനേക്കാൾ? ഇന്ത്യൻ സമയത്തേക്കാൾ. ഇന്ത്യയിൽ തിങ്കളാഴ്ച രാത്രി 11 മണിയായിരിക്കുമ്പോൾ ജപ്പാനിലെ സമയം എത്രയായിരിക്കും? 11-നോടൊപ്പം എന്ത് ചെയ്യണം? 3.5 മണിക്കൂർ കൂട്ടുക. അപ്പോൾ എത്ര കിട്ടും? 2.5 എന്ന് കിട്ടും. ചൊവ്വാഴ്ച പിറ്റേന്ന് 2.5 രാവിലെ 2.5 എന്ന് കിട്ടും. ക്ലിയർ ആണോ? തന്നിരിക്കുന്നവയിൽ ഋതുഭേദങ്ങൾക്ക് കാരണമാകാത്ത ഘടകം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഋതുഭേദങ്ങൾക്ക് കാരണമാകാത്ത ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഭൂമിയുടെ പരിക്രമണം, അച്ചുതണ്ടിൻ്റെ ചരിവ്, അച്ചുതണ്ടിൻ്റെ സമാന്തരത, ഭൂമിയുടെ ഭ്രമണം. ഇതാണ് ഋതുഭേദങ്ങൾക്ക് കാരണം ഏതൊക്കെയാണെന്ന് പറഞ്ഞു നമ്മൾ. ഭൂമിയുടെ പരിക്രമണമുണ്ട്, അച്ചുതണ്ടിൻ്റെ ചരിവുണ്ട്, അച്ചുതണ്ടിൻ്റെ സമാന്തരതയുണ്ട്. എന്നാൽ ഭൂമിയുടെ ഭ്രമണം എന്ന് പറയുന്നത് എന്താണ്? രാത്രിയും പകലുമാണ് ഉണ്ടാകുന്നത്. അതുമൂലം എന്തുണ്ടാവുന്നില്ല? ഋതുഭേദങ്ങൾ ഉണ്ടാവുന്നില്ല. ക്ലിയർ ആയോ? അടുത്തത് ഗ്രീനിച്ചിൽ നിന്ന് കിഴക്കോട്ട് സമയക്കൂടുതലും. ഗ്രീനിച്ച് രേഖ എത്രയാണ്? 0 ഡിഗ്രി രേഖാംശ രേഖ. അപ്പോൾ ഈ ഗ്രീനിച്ചിൽ നിന്ന് കിഴക്കോട്ട് സമയം കൂടുതലും പടിഞ്ഞാറോട്ട് സമയക്കുറവും രേഖപ്പെടുത്തുന്നു. അതായത് ഗ്രീനിച്ചിൽ നിന്ന് കിഴക്കോട്ട് പോകുന്തോറും നമുക്ക് ഓരോ ദിവസം ലാഭമായിരിക്കും, പടിഞ്ഞാറോട്ട് പോകുന്തോറും എന്തായിരിക്കും? ഓരോ ദിവസം നഷ്ടമായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ അല്ലേ? ഒന്ന് റിവൈസ് ചെയ്താലോ? കൂട്ടുകാരെ, നമ്മൾ ഈ പറയുന്ന എല്ലാ പോയിൻറ്റ്സും ചിലപ്പോൾ ഓർത്തിരിക്കണം എന്നില്ല, പക്ഷേ തീർച്ചയായിട്ടും നിങ്ങളിതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പോയിൻറ്റ്സ് നിർബന്ധമായിട്ട് പഠിച്ചിട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്കത് പ്രയോജനപ്പെടുന്നതായിരിക്കും. നമ്മൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യാൻ പോവുകയാണ്. നോക്കാം. ഉത്തരായന കാലത്ത് ഉത്തരാർദ്ധഗോളത്തിൽ പകലിൻ്റെ ദൈർഘ്യം ക്രമേണ കൂടി വരുന്നു. ഉത്തരായന രേഖയിൽ നിന്ന് ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനമാണ് ദക്ഷിണായനം. ദക്ഷിണായന കാലത്ത് ഉത്തരാർദ്ധഗോളത്തിൽ പകലിൻ്റെ ദൈർഘ്യം ക്രമേണ കുറഞ്ഞു വരുന്നു. മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയുള്ള 6 മാസക്കാലം സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലായതിനാൽ ഉത്തരധ്രുവ പ്രദേശങ്ങളിൽ 6 മാസക്കാലം തുടർച്ചയായി പകലും ദക്ഷിണ ധ്രുവത്തിൽ രാത്രിയുമായിരിക്കും. സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയുള്ള 6 മാസക്കാലം സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിലായതിനാൽ ഈ 6 മാസക്കാലം ഉത്തരധ്രുവത്തിൽ രാത്രിയും ദക്ഷിണ ധ്രുവത്തിൽ പകലുമായിരിക്കും. പാതിര സൂര്യൻ്റെ നാട്ടിൽ ആരുടെ കൃതിയാണ്? SK പൊറ്റക്കാടിൻ്റെ. രാത്രിയും പകലും ഉണ്ടാവാൻ കാരണം ഭൂമിയുടെ ഭ്രമണമാണ്. ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. 0 ഡിഗ്രി രേഖാംശ രേഖ അറിയപ്പെടുന്നത് ഗ്രീനിച്ച് രേഖ. ബ്രിട്ടീഷ് വാനനിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്നത് ഗ്രീനിച്ചിലാണ്. ലോകത്തെ എവിടെയുമുള്ള സമയം നിർണ്ണയിക്കുന്നത് ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കി ആയതിനാൽ ഗ്രീനിച്ച് രേഖ അറിയപ്പെടുന്നത് പ്രൈം മെറിഡിയൻ. ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കി ലോകത്തെ എത്ര സമയമേഖലകളായി തിരിച്ചിരിക്കുന്നു? 24. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കുന്നതിനുള്ള മാനക രേഖാംശം 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശം. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ കടന്നു പോകുന്ന കടലിടുക്കാണ് ബെറിങ് കടലിടുക്ക്. 0 ഡിഗ്രി ഗ്രീനിച്ച് രേഖ അറിയപ്പെടുന്നത് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ.
ഗ്രീനിച്ച് സമയത്തേക്കാൾ എത്ര കൂടുതലാണ് ഇന്ത്യൻ സമയം? 5:30 മണിക്കൂർ. ഗ്രീനിച്ചിൽ നിന്ന് കിഴക്കോട്ട് 15 ഡിഗ്രി രേഖാംശത്തിന് 1 മണിക്കൂർ കൂടുന്നു. ഇന്ത്യൻ സമയത്തേക്കാൾ 3.5 മണിക്കൂർ കൂടുതലാണ് ജപ്പാൻ സമയം. ഇന്ത്യയിൽ തിങ്കളാഴ്ച രാത്രി 11 മണി ആയിരിക്കുമ്പോൾ ജപ്പാനിലെ സമയം ചൊവ്വാഴ്ച രാവിലെ 2:30 മണി. തന്നിരിക്കുന്നവയിൽ ഋതുഭേദങ്ങൾക്ക് കാരണമാകാത്ത ഘടകമാണ് ഭൂമിയുടെ ഭ്രമണം. എന്നാൽ ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നത് ഏതെല്ലാമാണ്? ഭൂമിയുടെ പരിക്രമണം, അച്ചുതണ്ടിൻ്റെ ചരിവ്, അച്ചുതണ്ടിൻ്റെ സമാന്തരത. ഗ്രീനിച്ചിൽ നിന്ന് കിഴക്കോട്ട് സമയക്കൂടുതലും പടിഞ്ഞാറോട്ട് സമയക്കുറവും രേഖപ്പെടുത്തുന്നു. ഓക്കെ, ഇത്രയും ഭാഗം ക്ലിയർ ആയി എന്ന് കരുതുന്നു. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്ത പോയിൻറ്റ്സ് തീർച്ചയായിട്ടും പഠിച്ചിട്ട് പോകണേ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, അത് എൻ്റെ ഒരു ഉറപ്പാണ്. അതായത് നമ്മൾ PYQs നോക്കി അത്രയും പ്രാക്ടീസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, തീർച്ചയായിട്ടും വന്നിരിക്കും. ഓക്കെ, നമുക്ക് അപ്പം എക്സാം കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇതുവരെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ തീർച്ചയായിട്ടും അനലൈസ് ചെയ്ത് നമ്മുടെ ചലഞ്ചിൻ്റെ ഭാഗമായിട്ട് എടുത്തു പോയിട്ടുള്ള പോർഷൻസിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് എത്ര എണ്ണമാണെന്ന് പറഞ്ഞിട്ട് തീർച്ചയായിട്ടും 100% ചോദ്യങ്ങളും ഈ പറയുന്ന പോർഷൻസിൽ വന്നിരിക്കുന്ന ചോദ്യങ്ങൾ തന്നെയായിരിക്കും, ഉൾപ്പെടുത്തിയിട്ടുള്ള പോയിൻറ്റ്സ് തന്നെയായിരിക്കും. അതുകൊണ്ട് മസ്റ്റായിട്ട് നിങ്ങൾ ഇതുവരെ പഠിച്ച് തുടങ്ങിയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അത് പഠിക്കാനായിട്ടുള്ള ഒരു ടൈമുണ്ട്. ഇപ്പം ഇനിയൊരു 5 ദിവസം എന്ന് പറയുന്നത് വളരെ നമ്മൾക്ക് നിർണായകമായിട്ടുള്ള ദിവസങ്ങളാണ്. തീർച്ചയായിട്ടും നന്നായിട്ട് പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു ചാപ്റ്ററിലോട്ട് കിടക്കുകയാണ്. 10ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററാണ് കാറ്റിൻ്റെ ഉറവിടം തേടി. കാറ്റിൻ്റെ ഉറവിടം തേടി നമ്മളിപ്പം പഠിച്ച അതേ ചാപ്റ്ററിൻ്റെ അതേ ഇമ്പോർട്ടൻസ് ഏതിനുണ്ട്? ഈ ചാപ്റ്ററിനുണ്ട് കേട്ടോ. ഇപ്പോൾ ഋതുഭേദങ്ങളും സമയം എന്ന് പറഞ്ഞ് പഠിച്ച ഈ ചാപ്റ്ററിൻ്റെ അതേ ഇമ്പോർട്ടൻസ് ഇതിനുണ്ട്. കാറ്റിൻ്റെ ഉറവിടം തേടി എന്ന് പറയുന്ന ചാപ്റ്ററിനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ഒന്ന് വിഷ്വലൈസ് ചെയ്യാം. മനസ്സിലാവാത്ത പോർഷൻസ് ആണെങ്കിൽ ഇത് വീണ്ടും കേട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നോക്കാം. മലിന്തി തുറമുഖത്ത് നിന്ന് കോഴിക്കോട്ടെത്താൻ വാസ്കോഡ് ഗാമിയെ തുണച്ച കാറ്റാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ്. ഏതാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ്. വാസ്കോഡ് ഗാമ കോഴിക്കോട് കാപ്പാട് കപ്പലിറങ്ങിയത് എപ്പോഴാണ്? 1498 മെയ് 20-നാണ്. വാസ്കോഡ് ഗാമ കോഴിക്കോട് കാപ്പാട് കപ്പലിറങ്ങിയത് 1498 മെയ് 20. ഭൗമോപരിതലത്തിൽ വായു ചെലുത്തുന്ന ശരാശരി ഭാരമാണ് ചതുരശ്ര സെൻറ്റിമീറ്ററിന് 1034 മില്ലിഗ്രാം. ഭൗമോപരിതലത്തിൽ വായു ചെലുത്തുന്ന ശരാശരി ഭാരം എത്രയാണ്? ചതുരശ്ര സെൻറ്റിമീറ്ററിന് 1034 മില്ലിഗ്രാം. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നത് രസബാരോമീറ്ററാണ്. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? രസബാരോമീറ്റർ. അന്തരീക്ഷമർദ്ദം രേഖപ്പെടുത്തുന്ന യൂണിറ്റാണ് മില്ലി ബാർ, ഹെക്ടോ പാസ്കൽ എന്നിവ. അന്തരീക്ഷമർദ്ദം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? മില്ലി ബാറും ഹെക്ടോ പാസ്കൽ. ശരാശരി അന്തരീക്ഷമർദ്ദത്തിൽ രസത്തിൻ്റെ നിരപ്പ് അത് നിറച്ച സ്ഫടികക്കുഴലിൽ എത്രയായിരിക്കും? 76 സെൻറ്റിമീറ്റർ ആയിരിക്കും. 76 സെൻറ്റിമീറ്റർ രസനിരപ്പിൽ ശരാശരി അന്തരീക്ഷമർദ്ദം എത്രയായിരിക്കും? 1013.2 മില്ലി ബാർ അഥവാ ഹെക്ടോ പാസ്കൽ. 10 മീറ്റർ ഉയരം കൂടുമ്പോൾ 1 മില്ലി ബാർ എന്ന തോതിൽ അന്തരീക്ഷമർദ്ദം കുറയുന്നു. നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രം ഊന്നൽ നൽകി പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. ബാക്കിയുള്ളത് റീഡ് ചെയ്ത് പോകുന്നതായിരിക്കും. 10 മീറ്റർ ഉയരം കൂടുമ്പോൾ 1 മില്ലി ബാർ എന്ന തോതിൽ അന്തരീക്ഷമർദ്ദം കുറയുന്നു. എന്താണ്? ഉയരം കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? 1 മില്ലി ബാർ എന്ന തോതിൽ അന്തരീക്ഷമർദ്ദം കുറയുകയാണ് ചെയ്യുന്നത്. ഉയരം കൂടുമ്പോൾ അന്തരീക്ഷമർദ്ദം കുറയുന്നു എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ 10 മീറ്റർ ഉയരം കൂടുമ്പോൾ 1 മില്ലി ബാർ എന്ന തോതിൽ അന്തരീക്ഷമർദ്ദം കുറയുന്നു. ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ ചെവി അടയുന്നതായി തോന്നാൻ കാരണം മുകളിലേക്ക് പോകുന്തോറും വായുമർദ്ദം കുറയുന്നതാണ്. ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ ചെവി അടയുന്നതായി തോന്നാൻ കാരണം മുകളിലേക്ക് പോകുന്തോറും വായുമർദ്ദം കുറയുന്നു. വായുമർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ്? പ്രദേശത്തിൻ്റെ ഉയരം, താപം, ആർദ്രത. പ്രദേശത്തിൻ്റെ ഉയരം, താപം, ആർദ്രത എന്നിവ വായുമർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. താപം കൂടുമ്പോൾ അന്തരീക്ഷമർദ്ദം കുറയുന്നു. താപം കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? അന്തരീക്ഷമർദ്ദം കുറയുന്നു. അതുപോലെ ഉയരം കൂടുമ്പോൾ അന്തരീക്ഷമർദ്ദം കുറയുന്നു. ആർദ്രത കൂടുമ്പോൾ അന്തരീക്ഷമർദ്ദം കുറയുന്നു. ആർദ്രത കൂടുമ്പോൾ അന്തരീക്ഷമർദ്ദം
കുറയുന്നു. ഒരേ മർദ്ദമുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ചു വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് സമമർദ്ദ രേഖകൾ. ഒരേ മർദ്ദമുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ചു വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് എന്തെന്ന് പറയുന്നത്? സമമർദ്ദ രേഖ എന്ന് പറയുന്നത്. അതായത് ഐസോബാർ എന്ന് പറയുന്നു. നോക്കാം അടുത്തത് ആഗോള മർദ്ദ മേഖലകൾ. ആഗോള മർദ്ദ മേഖലകൾ. മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. എന്നാൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് 5 ഡിഗ്രി മുതൽ തെക്ക് 5 ഡിഗ്രി വരെയുള്ള മേഖലയാണ് എന്തെന്ന് പറയുന്നത്? മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് പറയുന്നത്. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. ഒരു ഭൂമിയുടെ ചിത്രമൊക്കെ വരച്ച് വയ്ക്കുക. എപ്പോഴും ഈ ജോഗ്രഫിയൊക്കെ പഠിക്കുന്ന സമയത്ത് എന്ത് വേണം? നമ്മുടെ കയ്യിലൊരു നോട്ട്ബുക്കും പേനയും വേണം. നമ്മളൊന്ന് വരയ്ക്കുക, ഒരു ഭൂമി അറിയുന്ന രീതിയിൽ വരയ്ക്കുക. അതിനെ എന്താക്കുക? 2 ഭാഗങ്ങളാക്കുക. ഉത്തരാർദ്ധവും ദക്ഷിണാർദ്ധവും ഒക്കെ മാറ്റുക. എന്നിട്ട് എന്ത് ചെയ്യുക? വീണ്ടും എന്ത് ചെയ്യുക? ഉത്തരാർദ്ധ ഗോളത്തിൽ ഒരു വര വരയ്ക്കുക അല്ലേ? മുകളിലായിട്ട് ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായിട്ടൊരു വര വരയ്ക്കുക. എത്രയാണ്? അത് 5 ഡിഗ്രി എന്ന് രേഖപ്പെടുത്തുക. അതുപോലെ താഴെയും വരയ്ക്കാം, അതിന് 5 ഡിഗ്രി എന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഈ 2 വരകൾക്കിടയിൽ ഭൂമധ്യരേഖ നടുവിൽ സെൻട്രലായിരിക്കും അല്ലേ? അപ്പോൾ ഈ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഒന്ന് വരച്ച് നോക്കണേ. തീർച്ചയായിട്ടും നിങ്ങളിങ്ങനെ വരച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് എന്തായാലും പരീക്ഷാ ഹാളിൽ ഓർമ്മയിരിക്കും. ഓക്കെ. അപ്പം മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമധ്യരേഖയ്ക്ക് വടക്ക് 5 ഡിഗ്രി മുതൽ തെക്ക് 5 ഡിഗ്രി വരെയുള്ള മേഖലയാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് പറയുന്നത്. അടുത്തത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഉച്ചമർദ്ദം എന്ന് പറഞ്ഞാൽ അവിടെ മർദ്ദം കൂടുതലായിരിക്കും. ന്യൂനമർദ്ദം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവിടെ മർദ്ദം കുറവായിരിക്കും. അപ്പം മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ്. അവിടെ എന്താണ്? മർദ്ദം കുറവാണ്. എന്നാൽ അടുത്തൊരു മേഖല പറയുന്നുണ്ട്. എത്രയാണ്? ഭൂമധ്യരേഖയ്ക്ക് 30 ഡിഗ്രി വടക്കും 30 ഡിഗ്രി തെക്കുമുള്ള മേഖലയാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. എന്താ പറയുന്നത്? ഭൂമധ്യരേഖയ്ക്ക് 30 ഡിഗ്രി വടക്കും 30 ഡിഗ്രി തെക്കുമുള്ള മേഖല അറിയപ്പെടുന്നത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. അടുത്തത് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല. നോക്കൂ, ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയാണ്. അവിടെ എന്താണ്? മർദ്ദം കുറവാണ് അല്ലേ? എത്രയാണ് ഡിഗ്രി? ഭൂമധ്യരേഖയ്ക്ക് 60 ഡിഗ്രി വടക്കും ഭൂമധ്യരേഖയ്ക്ക് 60 ഡിഗ്രി വടക്കും 60 ഡിഗ്രി വടക്കും 60 ഡിഗ്രി തെക്കുമുള്ള മേഖലയാണ്. അത് 60 ആക്കുക. 60 ഡിഗ്രി തെക്കുമുള്ള മേഖലയാണ് എന്തെന്നറിയപ്പെടുന്നത്? ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല. ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല. ക്ലിയർ ആണോ? ഓക്കെ. അത് കഴിഞ്ഞിട്ട് അടുത്തത് എന്താണ്? ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയാണ് അല്ലേ? ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയാണ്. ഭൂമധ്യരേഖയ്ക്ക് 90 ഡിഗ്രി വടക്കും 90 ഡിഗ്രി തെക്കും അല്ലേ? ഭൂമധ്യരേഖയ്ക്ക് 90 ഡിഗ്രി വടക്കും 90 ഡിഗ്രി തെക്കുമുള്ള മേഖലയാണ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. മർദ്ദം കൂടുതലാണ്. ഓക്കെ. അപ്പം ഇത്രയുമാണ് ആഗോള മർദ്ദ മേഖലകൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അപ്പോൾ അടുത്ത പോയിന്റ് നോക്കാം. കാറ്റുകളില്ലാത്തതിനാൽ നിർവാത മേഖല എന്നറിയപ്പെടുന്നത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ്. അപ്പം എന്താണ്? മർദ്ദം കുറവാണ്. മർദ്ദം കുറവാണെങ്കിൽ അവിടെ എന്തായിരിക്കും? കാറ്റില്ല അല്ലേ? കാറ്റ് വീശുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്? മർദ്ദം കുറവാണ്. അപ്പോൾ കാറ്റുകളില്ലാത്തതിനാൽ നിർവാത മേഖല എന്നറിയപ്പെടുന്നത് ഏത് മേഖലയാണ്? മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ്. അടുത്തത് കുതിര അക്ഷാംശം. ഈ കുതിര അക്ഷാംശം എന്നറിയപ്പെടുന്നത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ്. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ്. കുതിരകളൊക്കെ ഒരിടത്ത് അടങ്ങിയിരിക്കുമോ? ഇല്ല അല്ലേ? തുള്ളിക്കൊണ്ടിരിക്കും അല്ലേ? അപ്പം എന്താണ്? അവിടെ ചൂട് കൂടിയത് കൊണ്ടാണ് കുതിര ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? കണക്ട് ചെയ്യുക. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല അവിടെ എന്തായിരിക്കും? എപ്പോഴും മർദ്ദം കൂടുതലായിരിക്കും. ഓക്കെ. മർദ്ദം മൂലമാണ് കുതിര അവിടെ തുള്ളി നിൽക്കുന്നതെന്ന് കണക്ട് ചെയ്യും. എങ്ങനെയും കണക്ട് ചെയ്ത് പഠിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ കുതിര അക്ഷാംശം എന്നാൽ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ്. അടുത്തത് വർഷം മുഴുവൻ കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന മേഖല അറിയപ്പെടുന്നത് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. വർഷം മുഴുവൻ കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന മേഖലയാണ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. വിവിധ മർദ്ദ മേഖലകളുടെ രൂപീകരണത്തിന് കാരണം സൗരോർജ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിൽ, ഭൂമിയുടെ ഭ്രമണം എന്നിവയാണ്. വിവിധ മർദ്ദ മേഖലകളുടെ രൂപീകരണത്തിന് കാരണം എന്താണ്? സൗരോർജ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിൽ, ഭൂമിയുടെ ഭ്രമണം എന്നിവയാണ് വിവിധ മർദ്ദ മേഖലകൾ രൂപീകരിക്കാൻ കാരണം. അപ്പം ഇതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക.
വിവിധ മർദ്ദമേഖലകൾ രൂപപ്പെട്ടു അല്ലേ. ഏതൊക്കെയാണ്? ആഗോള മർദ്ദമേഖലയിൽ നമ്മളിപ്പോൾ 4 മർദ്ദമേഖലകൾ പഠിച്ചില്ലേ. ഈ 4 മർദ്ദമേഖലകൾ രൂപപ്പെടാനുള്ള കാരണം എന്താണ്? സൗരോർജ്ജ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിൽ അല്ലേ. സൂര്യൻ്റെ ചൂട് എത്രയാണോ ലഭിക്കുന്നത് അതിനനുസരിച്ച് അതിൻ്റെ മർദ്ദമേഖലകൾ വ്യത്യാസപ്പെടുന്നു. അതുപോലെ ഭൂമിയുടെ ഭ്രമണം ഇതും എന്തിന് കാരണമാണ്? നമ്മുടെ മർദ്ദമേഖലകൾ രൂപം കൊള്ളാൻ കാരണമാണ് എന്ന് ഓർത്തിരിക്കുക. അടുത്തത്, മർദ്ദമേഖലകൾക്ക് സ്ഥാനമാറ്റം ഉണ്ടാകാൻ കാരണം സൂര്യൻ്റെ അയനമാണ്. നോക്കൂ, മർദ്ദമേഖലകൾക്ക് സ്ഥാനമാറ്റം ഉണ്ടാവുന്നുണ്ട് അല്ലേ. നമ്മളിപ്പോൾ മർദ്ദമേഖലകൾ പറയുന്നത് തന്നെ ഇങ്ങനെയാണ്, ഇത്ര ഡിഗ്രി വടക്ക്, ഇത്ര ഡിഗ്രി തെക്ക്, അങ്ങനെയാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അതിൽ വേരിയേഷൻസ് വരാറുണ്ട്. എന്തുകൊണ്ടാണ്? സൂര്യൻ്റെ അയനം മൂലം. സൂര്യൻ എന്ത് ചെയ്യുന്നു? തെക്കോട്ടും വടക്കോട്ടും ഒക്കെ ഇങ്ങനെ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ മർദ്ദമേഖലകൾക്ക് എന്ത് സംഭവിക്കാറുണ്ട്? സ്ഥാനമാറ്റം ഉണ്ടാവാറുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ മർദ്ദമേഖലകൾക്ക് സ്ഥാനമാറ്റം ഉണ്ടാവാൻ കാരണം എന്താണ്? സൂര്യൻ്റെ അയനമാണ്. ഉത്തരായന കാലത്ത്, എപ്പോഴാണ്? ഉത്തരായന കാലത്ത് മർദ്ദമേഖലകൾ വടക്കോട്ടും ദക്ഷിണായന കാലത്ത് തെക്കോട്ടും നീങ്ങുന്നു. എന്തുകൊണ്ടാണ്? സൂര്യൻ വടക്കോട്ട് സഞ്ചരിക്കുമ്പോൾ മർദ്ദമേഖലകളും സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു? അങ്ങോട്ട് പോകുന്നു. തെക്കോട്ട് വരുമ്പോഴോ തെക്കോട്ട് വരുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണ്? ഉത്തരായന കാലത്ത് മർദ്ദമേഖലകൾ വടക്കോട്ടും ദക്ഷിണായന കാലത്ത് തെക്കോട്ടും നീങ്ങുന്നു. ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള വായുവിൻ്റെ തിരശ്ചീന ചലനമാണ് കാറ്റ് എന്ന് പറയുന്നത്. കാറ്റ് എപ്പോഴും എവിടെ നിന്ന് എവിടേക്കായിരിക്കും വീശുക? മർദ്ദം കൂടിയ ഇടത്ത് നിന്നും മർദ്ദം കുറഞ്ഞ ഇടത്തേക്കായിരിക്കും വീശുക അല്ലേ. മർദ്ദം കൂടിയ മേഖലയിൽ നിന്നും മർദ്ദം കുറഞ്ഞ മേഖലയിലായിരിക്കും എന്ത് വീശുക? വായു സഞ്ചരിക്കുക അല്ല. ആ വായുവിനെ പറയുന്ന പേരാണെന്ത്? കാറ്റ്. ഓക്കെ, ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള വായുവിൻ്റെ തിരശ്ചീന ചലനമാണെന്തെന്നറിയപ്പെടുന്നത് കാറ്റെന്ന് പറയുന്നത്. കാറ്റിൻ്റെ വേഗവും ദിശയും ആശ്രയിച്ചിരിക്കുന്ന ഘടകങ്ങളാണ് മർദ്ദച്ചരിവ്. എന്താണ്? കാറ്റിൻ്റെ വേഗതയും ദിശയും ആശ്രയിച്ചിരിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ്? മർദ്ദച്ചരിവ്, കൊറിയോലിസ് പ്രഭാവം, ഘർഷണം. കാറ്റിൻ്റെ വേഗവും ദിശയും ആശ്രയിച്ചിരിക്കുന്ന ഘടകങ്ങളാണ് മർദ്ദച്ചരിവ്, കൊറിയോലിസ് പ്രഭാവം, ഘർഷണം എന്നിവ. അപ്പോൾ മർദ്ദച്ചരിവിലോ കൊറിയോലിസ് പ്രഭാവത്തിലോ ഘർഷണത്തിലോ വ്യത്യാസമുണ്ടാവുകയാണെങ്കിൽ കാറ്റിൻ്റെ വേഗതയിലും ദിശയിലും വ്യത്യാസമുണ്ടാവും. ഓക്കെ, ഇത്രയും ഭാഗം ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒന്ന് റിവൈസ് ചെയ്യാം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രം. ഓക്കെ, 10 മീറ്റർ ഉയരം കൂടുമ്പോൾ 1 മില്ലിബാർ എന്ന തോതിൽ അന്തരീക്ഷമർദ്ദം കുറയുന്നു. ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ ചെവി അടയുന്നതായി തോന്നാൻ കാരണം മുകളിലേക്ക് പോകുന്തോറും വായുമർദ്ദം കുറയുന്നു. വായുമർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് പ്രദേശത്തിൻ്റെ ഉയരം, താപം, ആർദ്രത. താപം കൂടുമ്പോൾ അന്തരീക്ഷമർദ്ദം കുറയുന്നു. ആർദ്രത കൂടുമ്പോൾ അന്തരീക്ഷമർദ്ദം കുറയുന്നു. ഒരേ മർദ്ദമുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് സമമർദ്ദരേഖ അഥവാ ഐസോബർ. അടുത്തത് ആഗോള മർദ്ദമേഖലകളാണ്. മധ്യരേഖ, ന്യൂനമർദ്ദ മേഖല. മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് പറഞ്ഞാൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് 5 ഡിഗ്രി മുതൽ തെക്ക് 5 ഡിഗ്രി വരെയുള്ള മേഖലയാണ്. അതുപോലെ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്ന് പറഞ്ഞാൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് 30 ഡിഗ്രി മുതൽ തെക്ക് 30 ഡിഗ്രി വരെയുള്ള മേഖലയാണ്. ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല എന്ന് പറഞ്ഞാൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് 60 ഡിഗ്രി മുതൽ ഭൂമധ്യരേഖയ്ക്ക് തെക്ക് 60 ഡിഗ്രി വരെയുള്ള മേഖലയാണ്. അടുത്തത് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. എന്താണ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല? ഭൂമധ്യരേഖയ്ക്ക് 90 ഡിഗ്രി വടക്കും 90 ഡിഗ്രി തെക്കിനും ഇടയിലുള്ള മേഖലയാണ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. അടുത്തത് കാറ്റുകൾ ഇല്ലാത്തതിനാൽ നിർവാത മേഖല എന്നറിയപ്പെടുന്നത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ്. കുതിരാക്ഷാംശം എന്നറിയപ്പെടുന്നത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ്. വർഷം മുഴുവൻ കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന മേഖലയാണ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. വിവിധ മർദ്ദ മേഖലകളുടെ രൂപീകരണത്തിന് കാരണം സൗരോർജ്ജ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിൽ, ഭൂമിയുടെ ഭ്രമണം എന്നിവയാണ്. മർദ്ദ മേഖലകൾക്ക് സ്ഥാനമാറ്റമുണ്ടാവാൻ കാരണം സൂര്യൻ്റെ അയനമാണ്. ഉത്തരായന കാലത്ത് മർദ്ദമേഖലകൾ വടക്കോട്ടും ദക്ഷിണായന കാലത്ത് തെക്കോട്ടും നീങ്ങുന്നു. ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള വായുവിൻ്റെ തിരശ്ചീന ചലനമാണ് കാറ്റ്. കാറ്റിൻ്റെ വേഗവും ദിശയും ആശ്രയിക്കുന്ന ഘടകങ്ങൾ മർദ്ദച്ചരിവ്, കൊറിയോലിസ് പ്രഭാവം, ഘർഷണം എന്നിവയാണ്. കാറ്റിൻ്റെ വേഗവും ദിശയും ആശ്രയിക്കുന്ന ഘടകങ്ങളാണ് മർദ്ദച്ചരിവ്, കൊറിയോലിസ് പ്രഭാവം, ഘർഷണം. തീർച്ചയായിട്ടും ഇതൊക്കെ ചോദിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് അത്രയും ഇമ്പോർട്ടൻസ് നൽകി ഇത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഭൗമോപരിതലത്തിൽ വിവിധ പ്രദേശങ്ങളിൽ
തിരശ്ചീന തലത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദവ്യതിയാനം അറിയപ്പെടുന്നത് മർദ്ദച്ചരിവ് എന്നാണ്. എന്താണ് മർദ്ദച്ചരിവ്? ഭൗമോപരിതലത്തിൽ, അതായത് ഭൂമിയുടെ ഉപരിതലം അല്ലേ, അവിടെ വിവിധ പ്രദേശങ്ങളിൽ തിരശ്ചീന തലത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദവ്യതിയാനം അറിയപ്പെടുന്നതാണ് മർദ്ദച്ചരിവ്. അതായത് ഇപ്പോൾ നോക്കൂ, ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരു 20 ഡിഗ്രി എന്താണ് മർദ്ദം അനുഭവപ്പെടുന്നത് ഒരു 20 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. അതിന് തൊട്ട് മുകളിലുള്ള ഒരു തിരശ്ചീന തലത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദം എന്ന് പറയുന്നത് 40 ആണെന്ന് വിചാരിക്കുക, 40 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസമാണ് എന്തെന്ന് പറയുന്നത്? മർദ്ദച്ചരിവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഭൗമോപരിതലത്തിൽ വിവിധ പ്രദേശങ്ങളിൽ തിരശ്ചീന തലത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദവ്യതിയാനം അറിയപ്പെടുന്നതാണ് മർദ്ദച്ചരിവ്. മർദ്ദച്ചരിവ് കൂടുതലാണെങ്കിൽ കാറ്റിൻ്റെ വേഗത കൂടുന്നു. അപ്പോൾ എന്താ പറഞ്ഞത് നമ്മൾ? മർദ്ദച്ചരിവ് കൂടുകയാണെങ്കിൽ കാറ്റിൻ്റെ വേഗത കൂടുന്നു. ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലനം ഉണ്ടാകുന്ന ബലമാണ് കോറിയോലിസ് ബലം. എന്താണ് കോറിയോലിസ് ബലം? ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ടും, ഉത്തരാർദ്ധഗോളത്തിൽ ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ടും വരച്ചോളൂ, ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലനം ഉണ്ടാകുന്ന ബലമാണ് കോറിയോലിസ് ബലം. എന്തിനാണ് വ്യതിചലനം ഉണ്ടാകുന്നത്? ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന വസ്തുക്കൾക്ക്, ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന വസ്തുക്കൾക്ക് ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലനം ഉണ്ടാകുന്ന ബലം അറിയപ്പെടുന്നതാണ് കോറിയോലിസ് ബലം. ക്ലിയറായോ? അപ്പോൾ അടുത്തത് ഫെറൽ നിയമമാണ് പറയുന്നത്. എന്താണ് ഫെറൽ നിയമം? ഇവിടെ നമ്മൾ ഈ സഞ്ചാര വസ്തുക്കൾക്ക് പകരം എന്തുപയോഗിക്കാം? കാറ്റ് എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിക്കാം. നോക്കാം. കൊറിയോലിസ് ബലത്തിൻ്റെ പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റുകൾ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടതുവശത്തേക്കും വ്യതിചലിക്കുന്നു. ഇതാണ് ഫെറൽ നിയമം. അപ്പോൾ എന്താണ് ഫെറൽ നിയമം? കൊറിയോലിസ് ബലത്തിൻ്റെ പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റുകൾ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടത്തേക്കും വ്യതിചലനം ഉണ്ടാവുന്നു. ഇതാണെന്ത്? ഫെറൽ നിയമം. ക്ലിയറായോ? അപ്പോൾ കൊറിയോലിസ് ബലവും ഫെറൽ നിയമവും പഠിച്ചിരിക്കുക. അടുത്തത്, ഘർഷണം കൂടുതലായ പ്രദേശങ്ങളിൽ കാറ്റിന് വേഗം കുറയുന്നു. നോക്കൂ, ഘർഷണം കൂടുതലായ പ്രദേശങ്ങൾ കാറ്റിന് വേഗം കുറയുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് ഘർഷണം എന്ന് പറഞ്ഞാൽ തടസ്സങ്ങൾ അല്ലേ. ഇപ്പോൾ നോക്കൂ, കാറ്റ് ഇങ്ങനെ ഒരു കടലിൻ്റെ മുകളിലൂടെ കാറ്റിങ്ങനെ സഞ്ചരിച്ച് വരികയാണേ. അപ്പോൾ അവിടെ ഒരു കുന്നോ മലയോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ എന്താണ്? കാറ്റിന് തടസ്സം ഉണ്ടാകുന്നു, അപ്പോൾ കാറ്റിന് വേഗത കുറയുന്നു. എന്നാൽ അതൊന്നും ഇല്ലാതെ നിരപ്പായ സ്ഥലമാണെങ്കിലോ അവിടെ എന്തായിരിക്കും? കാറ്റ് വളരെ സുഗമമായി കടന്നു പോകും അല്ലേ. അപ്പോൾ ഘർഷണം കുറവാണ്, ആ സമയത്ത് ആ കാറ്റിന് വേഗത കൂടുന്നു. ക്ലിയർ ആണോ? അപ്പോൾ ഘർഷണം കൂടുതലായ പ്രദേശങ്ങളിൽ കാറ്റിന് വേഗത കുറയുന്നു. സമുദ്രോപരിതലം, നിരപ്പായ ഭൂപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കാറ്റിന് വേഗം കൂടാൻ കാരണം ഘർഷണം കുറവായതിനാണ്. എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞത്? സമുദ്രോപരിതലത്തിൽ നിരപ്പായ ഭൂപ്രദേശങ്ങളിലൊക്കെ കാറ്റിന് വേഗത കൂടുതലാണ്. എന്തുകൊണ്ടാണ്? ഘർഷണം കുറവായതിനാൽ. ആഗോളമർദ്ദ മേഖലകൾക്കിടയിൽ നമ്മൾ പഠിച്ചല്ലോ 4 ആഗോളമർദ്ദ മേഖലകൾ. അതാണ് പറയുന്നത്. നോക്കൂ, ആഗോളമർദ്ദ മേഖലകൾക്കിടയിൽ രൂപപ്പെടുന്ന കാറ്റുകൾ പൊതുവിൽ അറിയപ്പെടുന്നത് ആഗോളവാതങ്ങൾ. എന്താണ്? ആഗോളവാതങ്ങൾ. ആഗോളമർദ്ദ മേഖലകൾക്കിടയിൽ രൂപപ്പെടുന്ന കാറ്റുകൾ പൊതുവെ അറിയപ്പെടുന്നത് ആഗോളവാതങ്ങൾ. അപ്പോൾ വിവിധ തരം ആഗോളവാതങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. 1 വാണിജ്യവാതങ്ങൾ, 2 പശ്ചിമവാതം, 3 ധ്രുവീയവാതങ്ങൾ എന്നിവ ആഗോളവാതങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. വിവിധ തരം ആഗോളവാതങ്ങൾ ഏതൊക്കെയാണ്? വിവിധ തരം ആഗോളവാതങ്ങൾ ഏതെല്ലാമാണ്? വാണിജ്യവാതങ്ങൾ, പശ്ചിമവാതങ്ങൾ, ധ്രുവീയ പൂർവ്വവാതങ്ങൾ. ഒന്നുകൂടെ, വാണിജ്യവാതങ്ങൾ, പശ്ചിമവാതങ്ങൾ, ധ്രുവീയ പൂർവ്വവാതങ്ങൾ. ഒരേ ദിശയിൽ വീശുന്ന കാറ്റുകൾ എന്ന് ജർമ്മൻ ഭാഷയിൽ അർത്ഥമുള്ള ട്രെഡൻ എന്ന പദത്തിൽ നിന്ന് ലഭിച്ച പേരെന്ന് കരുതുന്നതാണ് വാണിജ്യവാദം അഥവാ ട്രേഡ് വിൻഡ്സ്. എന്താണ്? ഒരേ ദിശയിൽ വീശുന്ന കാറ്റുകൾ എന്ന് ജർമ്മൻ ഭാഷയിൽ അർത്ഥമുള്ള ട്രെഡൻ എന്ന പദത്തിൽ നിന്ന് ലഭിച്ച പേരാണ് വാണിജ്യവാദം അഥവാ ട്രേഡ് വിൻഡ്സ് എന്ന് പറയുന്നു.
അടുത്തത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളാണ് വാണിജ്യവാദങ്ങൾ. എന്താണ് അപ്പോൾ വാണിജ്യവാദങ്ങൾ? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന്, എപ്പോഴും നമ്മൾ പറഞ്ഞു മർദ്ദം കൂടിയിടത്ത് നിന്ന് എവിടേക്കാണ് വീശുക? മർദ്ദം കുറഞ്ഞിടത്തേക്ക്. അപ്പം എന്താണ്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് എത്ര ഡിഗ്രി ആയിരുന്നു? 30 ഡിഗ്രി. ഭൂമധ്യരേഖയിൽ നിന്നും 30 ഡിഗ്രി വടക്ക്, അല്ലേ? അതുപോലെ 30 ഡിഗ്രി തെക്ക്, ഇതിനിടയിലുള്ള ഭാഗമാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്ന് പറയുന്നത് എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളാണ് വാണിജ്യവാദങ്ങൾ. ക്ലിയർ ആയോ? ഉത്തരാർദ്ധഗോളത്തിൽ വടക്ക് കിഴക്ക് ദിശയിൽ, ഉത്തരാർദ്ധഗോളത്തിൽ വരച്ചോളൂ കേട്ടോ, കാരണം നമ്മളെ കയ്യിൽ ഒരു ബുക്ക് വേണം. അതിൽ നമ്മളൊരു ഭൂമി വരയ്ക്കുന്നു, അതിന് ഭൂമധ്യരേഖ വരയ്ക്കുന്നു, അതിന് മുകളിലുള്ള ഭാഗം ഉത്തരാർദ്ധഗോളമെന്നും താഴെ ദക്ഷിണാർദ്ധഗോളം എന്നൊക്കെ എഴുതി വയ്ക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഉത്തരാർദ്ധഗോളത്തിൽ വടക്ക് കിഴക്ക് ദിശയിൽ വരച്ചോളൂ. വടക്ക് കിഴക്ക് ദിശയിൽ നിന്ന് വീശുന്നതിനാൽ വടക്ക് കിഴക്കൻ വാണിജ്യവാദമെന്നും, ദക്ഷിണാർദ്ധഗോളത്തിൽ തെക്ക് കിഴക്ക് ദിശയിൽ വീശുന്നതിനാൽ തെക്കു കിഴക്കൻ വാണിജ്യവാദമെന്നും അറിയപ്പെടുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഉത്തരാർദ്ധഗോളത്തിൽ വടക്ക് കിഴക്ക് ദിശയിലാണ് കാറ്റ് വീശുന്നത്. അതുപോലെ ദക്ഷിണാർദ്ധഗോളത്തിലാണെങ്കിലോ തെക്ക് കിഴക്ക് ദിശയിലാണ് കാറ്റ് വീശുന്നത്. ഇവയാണ് എന്തെന്ന് പറയുന്നത്? വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളെന്നും തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളെന്നും അറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? വടക്കുന്ന് കിഴക്കോട്ടും തെക്കുന്ന് കിഴക്കോട്ടും. ഓക്കെ, ക്ലിയർ ആയോ? ഇരു അർദ്ധഗോളങ്ങളിൽ നിന്നുമുള്ള വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന മധ്യരേഖ ന്യൂനമർദ്ദ മേഖല അറിയപ്പെടുന്നതാണ് അന്തർ ഉഷ്ണമേഖല സംക്രമണ മേഖല അഥവാ ITCZ, ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്ന് അറിയപ്പെടുന്നു. നോക്കൂ, വടക്ക് കിഴക്കോട്ട് അതുപോലെ തെക്ക് കിഴക്കോട്ടും കാറ്റ് വീശുകയാണെങ്കിൽ ഈ രണ്ട് കാറ്റും ഒരു സ്ഥലത്ത് സമാഗമിക്കും, അല്ലേ? ഒരു സ്ഥലത്ത് എന്ത് ചെയ്യും? കൂടിച്ചേരും. ആ ഒരു മേഖല എവിടെയായിരിക്കും? മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയായിരിക്കുമല്ലോ. ആ മേഖല അറിയപ്പെടുന്നതാണ് അന്തർ ഉഷ്ണമേഖല സംക്രമണ മേഖല. ക്ലിയർ ആയോ? കിട്ടിയോ? ഇരു അർദ്ധഗോളങ്ങളിൽ നിന്നുമുള്ള വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന മധ്യരേഖ ന്യൂനമർദ്ദ മേഖല അറിയപ്പെടുന്നതാണ് അന്തർ ഉഷ്ണമേഖല സംക്രമണ മേഖല. ഇത് ജസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കുക, ബൈഹാർട്ട് ചെയ്യണം എന്നൊന്നുമില്ല കേട്ടോ. ഒന്ന് ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾ ഓർത്തിരുന്നാൽ മാത്രം മതി, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് ക്ലാസ് കേൾക്കാനായിട്ട് ശ്രമിക്കുക. അത്രയേ ഉള്ളൂ. ഇതിൽ ടെൻഷൻ ആവേണ്ട ഒരു കാര്യമില്ല. നോക്കാം, ഇത് കുറച്ച് പഠിച്ച് പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നോക്കാം. അടുത്തത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക്. നോക്കൂ, ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്ക്, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക്. എന്താണ്? മർദ്ദം കൂടിയ ഭാഗത്ത് നിന്ന് മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്കാണ് കാറ്റ് വീശുന്നത്, അല്ലേ? മർദ്ദം കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്കാണ് വീശുന്നത്. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് കാറ്റ് വീശുന്നു എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി വടക്ക്, അല്ലേ? 30 ഡിഗ്രി വടക്ക് ഉത്തര അക്ഷാംശം, അല്ലേ? ഉത്തര അക്ഷാംശത്തിൽ നിന്നും 60 ഡിഗ്രി എന്താണ്? വടക്ക്, അത് ഉത്തര അക്ഷാംശത്തേക്ക് വീശുന്നു, അല്ലേ? 30 ഡിഗ്രി ഉത്തരാക്ഷാംശത്തിൽ നിന്നും അതുപോലെ 60 ഡിഗ്രി ഉത്തരാക്ഷാംശത്തേക്ക് വീശുന്ന കാറ്റാണ്, അല്ലേ? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി ആണ്? 30 ഡിഗ്രി വടക്ക്, അല്ലേ? അതേപോലെ എന്താണ്? തെക്കും ഉണ്ടല്ലോ. തെക്ക് 30 ഡിഗ്രി എന്തുണ്ട്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയുണ്ട്, അല്ലേ? പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്താണ്? തെക്കും വടക്കും എന്തുണ്ട്? ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലകളുണ്ട്, അല്ലേ? 60 ഡിഗ്രി വടക്കും തെക്കുമായിട്ടുള്ള മേഖലകളുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ എന്താ പറഞ്ഞു വന്നത്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റാണ് പശ്ചിമവാതങ്ങൾ. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റാണ് പശ്ചിമവാതങ്ങൾ. നമ്മൾ ആദ്യം എന്താണ് പഠിച്ചത്? വാണിജ്യവാദം എന്താണെന്ന് പഠിച്ചു, അല്ലേ? വാണിജ്യവാദം എന്തായിരുന്നു? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും മധ്യരേഖാ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്നതാണ്
വാണിജ്യവാദങ്ങൾ എന്ന് പഠിച്ചു. അടുത്തത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റാണ് പശ്ചിമവാദങ്ങൾ. എന്താണ് പശ്ചിമവാദങ്ങൾ? പശ്ചിമവാദങ്ങൾക്ക് ശക്തി കൂടുതൽ ദക്ഷിണാർദ്ധഗോളത്തിലാകാൻ കാരണമെന്ത്? പശ്ചിമവാദങ്ങൾക്ക് ശക്തി കൂടുതൽ എവിടെയാണ്? ദക്ഷിണാർദ്ധഗോളത്തിലാണ്. കാരണം സമുദ്രം കൂടുതലുള്ളതിനാൽ. എന്താണ്? സമുദ്രഭാഗം കൂടുതലാണെങ്കിൽ കാറ്റിൻ്റെ വേഗത കൂടുന്നു നമ്മൾ പഠിച്ചിട്ടില്ലേ? അതുകൊണ്ട് തന്നെ പശ്ചിമവാദങ്ങൾക്ക് ശക്തി കൂടുതൽ ദക്ഷിണാർദ്ധഗോളത്തിലാവാൻ കാരണം സമുദ്രം കൂടുതലായതിനാലാണ്. ക്ലിയർ ആയോ? അടുത്തത്, ബ്രസീലിൽ നിന്ന് ദക്ഷിണ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ദക്ഷിണ ആഫ്രിക്കയിലെത്താൻ വാസ്കോഡഗാമിയെ സഹായിച്ച കാറ്റാണ് പശ്ചിമവാദങ്ങൾ. അപ്പോൾ ബ്രസീലിൽ നിന്ന് ദക്ഷിണ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ദക്ഷിണാഫ്രിക്കയിലെത്താൻ വാസ്കോഡഗാമിയെ സഹായിച്ച കാറ്റ് പശ്ചിമവാദങ്ങളാണ്. ദക്ഷിണാർദ്ധഗോളത്തിൽ വിശാലമായ സമുദ്രങ്ങളിലൂടെ ആഞ്ഞു വീശുന്ന പശ്ചിമവാദങ്ങളാണ് റോറിംഗ് 40s, ഫ്യൂരിയസ് 50s, ഷ്രീക്കിംഗ് 60s. ദക്ഷിണാർദ്ധഗോളങ്ങളിൽ വിശാലമായ സമുദ്രങ്ങളിലൂടെ ആഞ്ഞു വീശുന്ന പശ്ചിമവാദങ്ങൾ 3 തരത്തിൽ തരംതിരിച്ചിട്ടുണ്ട്. എന്താണ്? 40 ഡിഗ്രി തെക്ക് അക്ഷാംശങ്ങളിൽ വീശുന്ന കാറ്റ് റോറിംഗ് 40s എന്നും 50 ഡിഗ്രി അക്ഷാംശങ്ങളിൽ വീശുന്ന കാറ്റ് ഫ്യൂരിയസ് 50s എന്നും. എന്താണ് ഫ്യൂരിയസ് 50s എന്നും. അതുപോലെ 60 ഡിഗ്രി അക്ഷാംശങ്ങളിൽ വീശുന്ന കാറ്റ് ഷ്രീക്കിംഗ് 60s എന്നും അറിയപ്പെടുന്നു. നോക്കൂ, ഇതൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ മാർക്ക് ചെയ്ത് വെക്കണം. ഭൂമി വരച്ചൊന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് എന്തായാലും അത് പ്രയോജനം ഉണ്ടാവും. ഓക്കെ. അടുത്തത്, ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന്. അടുത്തത് എന്താ പറയുന്നത് നോക്കൂ, ശ്രദ്ധിക്കൂ. ധ്രുവീയ ഉച്ചമർദ്ദ മേഖല എത്രയാണ്? 90 ഡിഗ്രി അക്ഷാംശമാണ് എന്തെന്ന് പറയുന്നത്? ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. അപ്പോൾ ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക്, മുകളിന് താഴോട്ടാണ്. എന്താണ്? ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല എന്ന് പറഞ്ഞാൽ എന്താണ്? ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയുടെ താഴ്ഭാഗമാണ് അല്ലേ? അതായത് 60 ഡിഗ്രി അല്ലേ? 60 ഡിഗ്രി അക്ഷാംശമാണ് എന്ത്? ഈ ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല വരുന്ന ഭാഗം. ക്ലിയർ അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളാണ് ധ്രുവീയ പൂർവ്വവാദങ്ങൾ. എന്താണ്? ധ്രുവീയ പൂർവ്വവാദങ്ങൾ. ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളാണ് ധ്രുവീയ പൂർവ്വവാദങ്ങൾ. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഒന്ന് റിവൈസ് ചെയ്യാൻ നോക്കാം. ഭൗമോപരിതലത്തിൽ വിവിധ പ്രദേശങ്ങളിൽ തിരശ്ചീന തലത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദവ്യതിയാനം അറിയപ്പെടുന്നതാണ് മർദ്ദച്ചരിവ്. മർദ്ദച്ചരിവ് കൂടുതലാണെങ്കിൽ കാറ്റിൻ്റെ വേഗത കൂടുന്നു. ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലനം ഉണ്ടാകുന്ന ബലമാണ് കോറിയോലിസ് ബലം. ഫെറൽ നിയമം. എന്താണ് ഫെറൽ നിയമം? കൊറിയോലിസ് ബലത്തിന് പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റുകൾ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടത്തേക്കും വ്യതിചലിക്കുന്നു. ഘർഷണം കൂടുതലായ പ്രദേശങ്ങളിൽ കാറ്റിന് വേഗം കുറയുന്നു. സമുദ്രോപരിതലം, നിരപ്പായ ഭൂപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കാറ്റിന് വേഗം കൂടാൻ കാരണം ഘർഷണം കുറവായതിനാലാണ്. ആഗോള മർദ്ദ മേഖലകൾക്കിടയിൽ രൂപപ്പെടുന്ന കാറ്റുകൾ പൊതുവിൽ അറിയപ്പെടുന്നത് ആഗോളവാദങ്ങൾ. വിവിധതരം ആഗോളവാദങ്ങളാണ് വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയ പൂർവ്വവാദങ്ങൾ. ഒരേ ദിശയിൽ വീശുന്ന കാറ്റുകൾ എന്ന ജർമ്മൻ ഭാഷയിൽ അർത്ഥമുള്ള ട്രെഡൻ എന്ന പദത്തിൽ നിന്ന് ലഭിച്ച പേരാണ് വാണിജ്യവാദം അഥവാ ട്രേഡ് വിൻഡ്സ്. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളാണ് വാണിജ്യവാദങ്ങൾ. ഉത്തരാർദ്ധഗോളത്തിൽ വടക്ക് കിഴക്ക് ദിശയിൽ നിന്ന് വീശുന്നതിനാൽ വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ എന്നും ദക്ഷിണാർദ്ധഗോളത്തിൽ തെക്ക് കിഴക്ക് ദിശയിൽ വീശുന്നതിനാൽ തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ എന്നറിയപ്പെട്ടു. ഇരു അർദ്ധഗോളങ്ങളിൽ നിന്നുമുള്ള വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന മധ്യരേഖ ന്യൂനമർദ്ദ മേഖല അറിയപ്പെടുന്നതാണ് അന്തർഉഷ്ണ മേഖല, സംക്രമണ മേഖല അഥവാ ITCZ, അതായത് ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺസ്. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റാണ് പശ്ചിമവാദങ്ങൾ. പശ്ചിമവാദങ്ങൾക്ക് ശക്തി കൂടുതൽ ദക്ഷിണാർദ്ധഗോളത്തിലാകാൻ കാരണം സമുദ്രം കൂടുതലായതിനാൽ. ബ്രസീലിൽ നിന്ന് ദക്ഷിണ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ദക്ഷിണാഫ്രിക്കയിലെത്താൻ വാസ്കോഡഗാമിയെ സഹായിച്ച കാറ്റാണ് പശ്ചിമവാദങ്ങൾ. ദക്ഷിണാർദ്ധഗോളത്തിൽ വിശാലമായ സമുദ്രങ്ങളിലൂടെ ആഞ്ഞു വീശുന്ന പശ്ചിമവാദങ്ങളാണ് റോറിംഗ് 40s, ഫ്യൂരിയസ് 50s, ഷ്രീക്കിംഗ് 60s. ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകൾ അറിയപ്പെടുന്നത് ധ്രുവീയ പൂർവ്വവാദങ്ങൾ എന്നാണ്.
വടക്കേ അമേരിക്ക, വടക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ, റഷ്യ എന്നിവിടങ്ങളിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ ഗണ്യമായ പങ്ക് വഹിക്കുന്ന കാറ്റാണ് ധ്രുവീയ പൂർവ്വവാതങ്ങൾ. ഏതൊക്കെ സ്ഥലങ്ങളാണ്? വടക്കേ അമേരിക്ക, വടക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ, റഷ്യ എന്നിവിടങ്ങളിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ ഗണ്യമായ പങ്ക് വഹിക്കുന്ന കാറ്റാണ് ധ്രുവീയ പൂർവ്വവാതങ്ങൾ. നിശ്ചിത ഇടവേളകളിൽ മാത്രം ആവർത്തിച്ചുണ്ടാകുന്ന കാറ്റുകളാണ് കാലികവാതങ്ങൾ. നിശ്ചിത ഇടവേളകളിൽ മാത്രം ആവർത്തിച്ചുണ്ടാകുന്ന കാറ്റുകളാണ് കാലികവാതങ്ങൾ. ഏതൊക്കെയാണ് കാലികവാതങ്ങൾ എന്ന് നോക്കാം. മൺസൂൺ കാറ്റുകൾ, കരക്കാറ്റും കടൽക്കാറ്റും, പർവ്വതക്കാറ്റും താഴ്വരക്കാറ്റും എന്നിവ കാലികവാതങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ എന്താണ് കാലികവാതങ്ങൾ? നിശ്ചിത ഇടവേളകളിൽ മാത്രം ആവർത്തിച്ചുണ്ടാകുന്ന കാറ്റുകളാണ് കാലികവാതങ്ങൾ. അപ്പോൾ ഈ മൺസൂൺ കാറ്റുകൾ എങ്ങനെയാണ്? ക്രമമായ ഒരു ആവർത്തനമാണ് അല്ലേ. അതുപോലെ കടൽക്കാറ്റും കരക്കാറ്റും പർവ്വതക്കാറ്റും താഴ്വരക്കാറ്റും എല്ലാം എന്താണ്? ആവർത്തനങ്ങൾ തന്നെയാണ്. നിശ്ചിത ഇടവേളകളിൽ ആവർത്തിക്കുന്ന കാറ്റുകൾ തന്നെയാണ്. അതുകൊണ്ട് ഇത് കാലികവാതങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. മൺസൂൺ എന്ന പദം രൂപപ്പെട്ടത് മൗസിം എന്ന അറബ് വാക്കിൽ നിന്നാണ്. മോൺസൂൺ എന്ന പദം രൂപപ്പെട്ടത് മൗസിം എന്ന അറബ് വാക്കിൽ നിന്നാണ്. കാലത്തിനൊത്ത് ദിശ മാറുന്ന കാറ്റുകൾ എന്നാണ് അർത്ഥം. മൺസൂണിൻ്റെ അർത്ഥം എന്താണ്? കാലത്തിനൊത്ത് ദിശ മാറുന്ന കാറ്റുകൾ. മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റം ആദ്യമായി നിരീക്ഷിച്ചത് ഹിപ്പാലസ് ആണ്. അറബി പണ്ഡിതനായ ഹിപ്പാലസ് ആണ് മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റം ആദ്യമായി നിരീക്ഷിച്ചത്. മേഘസന്ദേശം എന്ന കൃതി എഴുതിയത് ആരാണ്? കാളിദാസനാണ്. മേഘസന്ദേശം എന്ന കൃതി എഴുതിയത് ആരാണ്? കാളിദാസൻ. മൺസൂണിൻ്റെ രൂപം കൊള്ളലിനു പിന്നിൽ പ്രവർത്തിക്കുന്ന ഘടകങ്ങളാണ് സൂര്യൻ്റെ അയനം, കൊറിയോലിസ് പ്രഭാവം, താപനത്തിലെ വ്യത്യാസം എന്നിവ. മൺസൂണിൻ്റെ രൂപം കൊള്ളലിനു പിന്നിൽ പ്രവർത്തിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ്? സൂര്യൻ്റെ അയനം, കൊറിയോലിസ് പ്രഭാവം, താപനത്തിലെ വ്യത്യാസങ്ങൾ. ഒരു വർഷത്തിനുള്ളിൽ കാറ്റിൻ്റെ ദിശ വിപരീതമാകുന്ന പ്രതിഭാസമാണ് മൺസൂൺ എന്ന് പറയുന്നത്. ഒരു വർഷത്തിനുള്ളിൽ കാറ്റിൻ്റെ ദിശ എന്താവും? വിപരീത ദിശയിലേക്കാവും. ഈ പ്രതിഭാസമാണ് എന്തെന്നറിയപ്പെടുന്നത്? മൺസൂൺ എന്നറിയപ്പെടുന്നത്. കൊറിയോലിസ് പ്രഭാവം മൂലം ഏത് കാറ്റാണ് തെക്ക് പടിഞ്ഞാറ് മൺസൂണായി മാറുന്നത്? കൊറിയോലിസ് പ്രഭാവം മൂലം തെക്ക് പടിഞ്ഞാറൻ മൺസൂണായി മാറുന്ന കാറ്റാണ് തെക്ക് കിഴക്കൻ വാണിജ്യവാദം. തെക്ക് കിഴക്കൻ വാണിജ്യവാദം എന്ത് സംഭവിക്കുന്നു? എന്താ സംഭവിക്കുക? അത് നേരെ തിരിഞ്ഞ് തെക്ക് പടിഞ്ഞാറ് അല്ലേ, തെക്ക് പടിഞ്ഞാറോട്ട് അതെന്ത് ചെയ്യുന്നു? അതിൻ്റെ ദിശ മാറുന്നു. ഓക്കെ. വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകളായി മാറുന്നത് വടക്കു കിഴക്കൻ വാണിജ്യവാദങ്ങളാണ്. വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകളായി മാറുന്നത് വടക്കു കിഴക്കൻ വാണിജ്യവാദങ്ങളാണ്. പകൽ സമയത്ത് കടലിന് മുകളിൽ നിന്ന് തണുത്ത വായു കരയിലേക്ക് വീശുന്നതാണ് കടൽക്കാറ്റ്. പകൽ സമയത്ത് കടലിന് മുകളിൽ നിന്ന് തണുത്ത വായു എങ്ങോട്ട് വീശുന്നു? കരയിലേക്ക് വീശുന്നു. അതാണ് കടൽക്കാറ്റ് എന്ന് പറയുന്നത്. ചിലർക്ക് കടൽക്കാറ്റും കരക്കാറ്റും എന്താണ്? നേരെ തിരിഞ്ഞു പോകും. അപ്പോൾ ഒരു കാര്യം ഒന്ന് ഓർത്തിരിക്കുക. നമ്മൾ കടലിൽ കാണാനൊക്കെ പോകില്ല. കടൽ കാണാൻ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കടലിൽ നിന്നുള്ള കാറ്റ് അല്ലേ, കരയിലേക്ക് കാറ്റ് വീശുന്നത് നമുക്ക് കൊള്ളാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ആ കാറ്റ് കൊള്ളാനായിട്ടാണ് നമ്മൾ എങ്ങോട്ട് പോകുന്നത്? കടൽ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ കടൽക്കാറ്റ് എപ്പോഴാണ്? പകലാണ് അല്ലേ. അപ്പം അങ്ങനെ ഓർത്തിരിക്കുക. പകൽ സമയത്ത് കടലിന് മുകളിൽ നിന്ന് തണുത്ത വായു കരയിലേക്ക് വീശുന്നതാണ് കടൽക്കാറ്റ്. രാത്രി സമയത്ത് കരയിൽ നിന്ന് കടലിലേക്ക് വീശുന്ന കാറ്റാണ് കരക്കാറ്റ്. അപ്പം നേരെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ അല്ലേ. രാത്രി സമയത്ത് കരയിൽ നിന്ന് കടലിലേക്ക് വീശുന്ന കാറ്റായിരിക്കും ഇത് കരക്കാറ്റ്. അടുത്തത്, കടൽക്കാറ്റിനും കരക്കാറ്റിനും കാരണം എന്താണ്? കരയും കടലും ചൂടാകുന്നതിലെ വ്യത്യാസം മൂലമാണ് കടൽക്കാറ്റും കരക്കാറ്റും ഉണ്ടാകുന്നത്. ജലത്തിൻ്റെ വിശിഷ്ട താപധരിത മണലിനേക്കാൾ കൂടുതലായിരിക്കും. പകൽ സമയത്ത് താരതമ്യേന ചൂട് കുറഞ്ഞ താഴ്വരയിൽ നിന്ന് പർവ്വത ചരിവുകളിലൂടെ മുകളിലേക്ക് വീശുന്ന കാറ്റാണ് താഴ്വരക്കാറ്റ് എന്ന് പറയുന്നത്. എന്താണ് താഴ്വരക്കാറ്റ്? താഴ്വരയിൽ നിന്ന് വരുന്ന കാറ്റ് അല്ലേ. അതെപ്പോഴായിരിക്കും? പകൽ സമയത്ത്. എങ്ങോട്ടായിരിക്കും പോകുന്നത്? പർവ്വത ചരിവുകളിലേക്ക് പോകുന്നു. പകൽ സമയത്ത് താരതമ്യേന ചൂട് കുറഞ്ഞ താഴ്വരയിൽ നിന്ന് പർവ്വത ചരിവുകളിലൂടെ മുകളിലേക്ക് വീശുന്ന കാറ്റാണ് താഴ്വരക്കാറ്റ്. അപ്പോൾ പർവ്വതക്കാറ്റ് എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ് അല്ലേ. രാത്രി സമയത്ത് പർവ്വതങ്ങളിൽ നിന്ന് തണുത്ത വായു താഴ്വരകളിലേക്ക് വീശുന്നതാണ് പർവ്വതക്കാറ്റ്. രാത്രി സമയത്ത് പർവ്വതങ്ങളിൽ നിന്ന് തണുത്ത വായു താഴ്വരകളിലേക്ക് വീശുന്നതാണ് എന്ത്? പർവ്വതക്കാറ്റ്. താരതമ്യേന ചെറിയ പ്രദേശത്ത് മാത്രം അനുഭവപ്പെടുന്ന കാറ്റുകളാണ് പ്രാദേശികവാദങ്ങൾ. ആ പ്രദേശത്ത് ഒരു ചെറിയ പ്രദേശത്ത് അനുഭവപ്പെടുന്ന എന്താണ്? പ്രാദേശികവാദങ്ങൾ. താരതമ്യേന ചെറിയ പ്രദേശത്ത് മാത്രം അനുഭവപ്പെടുന്ന കാറ്റുകളാണ് എന്തെന്നറിയപ്പെടുന്നത്? പ്രാദേശികവാദങ്ങൾ എന്നറിയപ്പെടുന്നത്. പ്രാദേശികവാദങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ്? ചിനൂക്ക്, ഹർമാറ്റൻ, ഫൊൻ എന്നിവ പ്രാദേശികവാദങ്ങൾക്ക് ഉദാഹരണമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഈ പ്രാദേശികവാദങ്ങൾ? ഏതൊക്കെയാണ്? ചിനൂക്ക്, ഹർമാറ്റൻ, ഫൊൻ എന്നിവ.
ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശിക വാദങ്ങളാണ് ലൂ, മാംഗോ ഷവർ, കാൽബൈശാഖി എന്നിവ. ഇതും വളരെയേറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. അതിന് ആ ഒരു മേഖല തന്നെയാണ്. അപ്പോൾ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശിക വാദങ്ങളാണ് ലൂ, മാംഗോ ഷവർ, കാൽബൈശാഖി എന്നിവ. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക് എന്ന് പറയുന്നത്. വടക്കേ അമേരിക്കയിലെ റോക്കി. അപ്പോൾ ഈ ചിനൂക്ക് എന്ന് പറയുമ്പോൾ ഈ വേർഡ്സൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. വടക്കേ അമേരിക്ക, റോക്കി, ഉഷ്ണക്കാറ്റ് ആണ് എന്ത്? ചിനൂക്ക്. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്. ഓക്കെ. റോക്കി പർവ്വതനിരയുടെ കിഴക്കേ ചെരുവിലെ മഞ്ഞുരുക്കി മാറ്റുന്നതിനാൽ മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന കാറ്റ് തന്നെയാണ് ഇത് ചിനൂക്ക്. റോക്കി പർവ്വതനിരയുടെ കിഴക്കേ ചെരുവിലെ മഞ്ഞ് ഉരുക്കി മാറ്റുന്നതിനാൽ മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന കാറ്റ് ഏതാണ്? ഈ ചിനൂക്ക് തന്നെയാണ്. ശൈത്യത്തിൻ്റെ കാഠിന്യം കുറയുന്നതിനാൽ കനേഡിയൻ സമതലങ്ങളിലെ ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായ കാറ്റാണ് ചിനൂക്ക്. ശൈത്യത്തിൻ്റെ കാഠിന്യം കുറയുന്നതിനാൽ കനേഡിയൻ സമതലങ്ങളിലെ ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായ കാറ്റാണ് ഇത്? ചിനൂക്ക്. ഓക്കെ. അപ്പോൾ ചിനൂക്ക് കിട്ടിയോ? ചിനൂക്ക് എന്ന് പറയുന്നത് ഒരു പ്രാദേശിക വാദമാണ്. അതെവിടെയാണ്? വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന കാറ്റാണ് എന്ത്? ചിനൂക്ക് റോക്കി പർവ്വതനിരയുടെ കിഴക്കേ ചെരുവിലെ മഞ്ഞ് ഉരുക്കി മാറ്റുന്നതിനാൽ അതിന് മഞ്ഞുതീനി എന്നറിയപ്പെടുന്നു. ശൈത്യകാലത്ത് കാഠിന്യം കുറയുന്നതിനാൽ കനേഡിയൻ സമതലങ്ങളിലെ ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായ കാറ്റാണ് എന്തെന്ന് പറയുന്നത്? ഈ ചിനൂക്ക് എന്ന് പറയുന്നത്. അപ്പം ചിനൂക്കിന് 3 പോയിന്റ് കിട്ടിയില്ലേ? അടുത്തത്, ആൽപ്സ് പർവ്വതനിര കടന്ന് വടക്കൻ താഴ്വരയിലേക്ക് വീശുന്ന കാറ്റാണ് ഫൊന്ന്. ആൽപ്സ് പർവ്വതനിര വടക്കൻ താഴ്വര ഏതാണ്? ഫൊന്ന്. ആൽപ്സ് പർവ്വതനിര വടക്കൻ താഴ്വരയിലേക്ക് വീശുന്ന കാറ്റ് ഫൊന്ന് എന്ന് ഓർത്തിരിക്കുക. കൂടാതെ മുന്തിരി കൃഷിക്ക് സഹായകരമായ കാറ്റാണ് ഫൊന്ന്. മുന്തിരി കൃഷിക്ക് മുന്തിരി പാകമാകാൻ കാരണമാകുന്ന കാറ്റാണ് എന്തെന്ന് പറയുന്നത്? ഈ ഫൊന്ന് എന്ന് പറയുന്നത്. അപ്പോൾ ഫൊന്നിന് 3 പോയിന്റ്സ് ഉണ്ട്. ആൽപ്സ് പർവ്വതനിരയുടെ വടക്കൻ താഴ്വരയിലേക്ക് വീശുന്ന കാറ്റാണ് ഫൊന്ന്. അതുപോലെ ആൽപ്സിൻ്റെ വടക്കൻ താഴ്വരയിലെ തണുപ്പിൻ്റെ കാഠിന്യം കുറയ്ക്കുന്നത് ആര് തന്നെയാണ്? ഫൊന്നാണ്. പൊന്ന് മുന്തിരി കൃഷിക്ക് ഉതകുന്ന കാറ്റാണ്. മുന്തിരി പാകമാവാൻ ഉതകുന്ന കാറ്റാണ് എന്തെന്ന് പറയുന്നത്? ഫൊന്ന് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും ഭാഗങ്ങളൊന്ന് റിവൈസ് ചെയ്യാം. വടക്കേ അമേരിക്കൻ, വടക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ, റഷ്യ എന്നിവിടങ്ങളിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ ഗണ്യമായ പങ്ക് വഹിക്കുന്ന കാറ്റാണ് ധ്രുവീയ പൂർവ്വവാദങ്ങൾ. നിശ്ചിത ഇടവേളകളിൽ മാത്രം ആവർത്തിച്ചുണ്ടാകുന്ന കാറ്റുകളാണ് കാലികവാദങ്ങൾ. മൺസൂൺ കാറ്റുകളും കരക്കാറ്റും കടൽക്കാറ്റും പർവ്വതക്കാറ്റും താഴ്വരക്കാറ്റും കാലികവാദങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. മോൺസൂൺ എന്ന അറബ് വാക്കിൽ നിന്നാണ് മൺസൂൺ എന്ന പദം ഉണ്ടായത്. ഹിപ്പാലസ് ആണ് മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റം ആദ്യമായി നിരീക്ഷിച്ചത്. മേഘസന്ദേശം എന്ന കൃതി കാളിദാസൻ്റേതാണ്. മൺസൂണിൻ്റെ രൂപം കൊള്ളലിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഘടകങ്ങളാണ് സൂര്യൻ്റെ അയനം, കൊറിയോലിസ് പ്രഭാവം, താപനത്തിലെ വ്യത്യാസം എന്നിവ. ഒരു വർഷത്തിനുള്ളിൽ കാറ്റിൻ്റെ ദിശ വിപരീതമാകുന്ന പ്രതിഭാസമാണ് മൺസൂൺ. കൊറിയോലിസ് പ്രഭാവം മൂലം ഏത് കാറ്റാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂണായി മാറുന്നത്? തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ. വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകളായി മാറുന്നത് വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ. പകൽ സമയത്ത് കടലിന് മുകളിൽ നിന്ന് തണുത്ത വായു കരയിലേക്ക് വീശുന്നതാണ് കടൽക്കാറ്റ്. രാത്രി സമയത്ത് കരയിൽ നിന്ന് കടലിലേക്ക് വീശുന്ന കാറ്റ് കരക്കാറ്റ്. കടൽക്കാറ്റിനും കരക്കാറ്റിനും കരയും കടലും ചൂടാവുന്നതിലെ വ്യത്യാസമാണ് കാരണം. ജലത്തിൻ്റെ വിശിഷ്ട താപധരിത മണലിനേക്കാൾ കൂടുതലായിരിക്കും. പകൽ സമയത്ത് താരതമ്യേന ചൂട് കുറഞ്ഞ താഴ്വരയിൽ നിന്ന് പർവ്വതച്ചരിവുകളിലൂടെ മുകളിലേക്ക് വീശുന്ന കാറ്റാണ് താഴ്വരക്കാറ്റ്. രാത്രി സമയത്ത് പർവ്വതങ്ങളിൽ നിന്ന് തണുത്ത വായു താഴ്വരകളിലേക്ക് വീശുന്നതാണ് പർവ്വതക്കാറ്റ്. താരതമ്യേന ചെറിയ പ്രദേശത്ത് മാത്രം അനുഭവപ്പെടുന്ന കാറ്റുകളാണ് പ്രാദേശികവാദങ്ങൾ. പ്രാദേശികവാദങ്ങൾക്ക് ഉദാഹരണമാണ് ചിനൂക്ക്, ഹർമാറ്റൻ, ഫൊൺ എന്നിവ. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദങ്ങളാണ് ലൂ, മാംഗോ ഷവർ, കാൽബൈശാഖി എന്നിവ. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്. റോക്കി പർവ്വതനിരയുടെ കിഴക്കേ ചെരുവിൽ മഞ്ഞുരുക്കി മാറ്റുന്നതിനാൽ മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന കാറ്റാണ് ചിനൂക്ക്. ശൈത്യകാലത്തിൽ കാഠിന്യം കുറയ്ക്കുന്നതിനാൽ കനേഡിയൻ സമതലങ്ങളിലെ ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായ കാറ്റാണ് ഇത്? ചിനൂക്ക്. ആൽപ്സ് പർവ്വതനിര കടന്ന് വടക്കൻ താഴ്വരയിലേക്ക് വീശുന്ന കാറ്റാണ് ഫൊന്ന്. ആൽപ്സിൻ്റെ വടക്കൻ താഴ്വരയിലെ തണുപ്പിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കുന്ന കാറ്റ് ഏതാണ്? ഫൊന്നാണ്. മുന്തിരി കൃഷിക്ക് ഉതകുന്ന കാറ്റാണ് ഇത്? ഫൊന്ന്. ഓക്കെ. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ അല്ലേ? ഭയങ്കര തലവേദനയാണ് കേട്ടോ. അതുകൊണ്ടാണ് സൗണ്ട് ഒരുപാട് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഒരു മീഡിയം വോയിസിൽ പറയുന്നത്. ഓക്കെ. കാര്യങ്ങൾ വ്യക്തമാവുന്നുണ്ട് എന്ന് കരുതുന്നു.
നോക്കാം. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന പ്രാദേശികവാദമാണ് ഹർമാറ്റൻ. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന പ്രാദേശികവാദമാണ് എന്തെന്നറിയപ്പെടുന്നത്? ഹർമാറ്റൻ എന്നറിയപ്പെടുന്നത്. പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ കാലാവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനാൽ ഡോക്ടർ എന്നും വിളിക്കുന്നു. ഡോക്ടർ എന്നറിയപ്പെടുന്ന കാറ്റ് ഏതാണ്? ഹർമാറ്റൻ ആണ്. ഡോക്ടർ ഹർമാറ്റൻ. അങ്ങനെ കണക്ട് ചെയ്യാം. എന്താ പറഞ്ഞാൽ ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന പ്രാദേശികവാദമാണ് ഹർമാറ്റൻ. പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ കാലാവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനാൽ ഡോക്ടർ എന്ന വിളിപ്പേരുള്ളത് ആർക്കാണ്? ഹർമാറ്റനാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ. ഇനി അടുത്ത് ഇന്ത്യയിലോട്ട് വരാം. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് എന്തെന്നറിയപ്പെടുന്നത്? ലൂ എന്നറിയപ്പെടുന്നത്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഉഷ്ണകാലത്ത് രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് വീശുന്ന കാറ്റ് ഏത് കാറ്റാണ് ഉത്തരേന്ത്യൻ വേനലിൻ്റെ തീക്ഷ്ണത വർദ്ധിപ്പിക്കാൻ ഇടയാക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്താണ്? ലൂ ആണ്. ഉഷ്ണകാലത്ത് രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് വീശുന്ന ഏത് കാറ്റാണ് ഉത്തരേന്ത്യയിൽ വേനലിൻ്റെ തീക്ഷ്ണത വർദ്ധിപ്പിക്കാൻ ഇടയാക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ലൂ ആണ്. ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശികവാദമാണ് മാംഗോ ഷവർ. ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശികവാദം ആണ് എന്തെന്ന് പറയുന്നത്? മാംഗോ ഷവർ. മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും ഇടയാക്കുന്നതിനാലാണ് ഈ പേര് ലഭിച്ചത്. ചില പ്രത്യേക അവസ്ഥകളിൽ രൂപം കൊള്ളുന്നതും മികച്ച വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളോടുകൂടിയതുമായ കാറ്റുകളാണ് അസ്ഥിരവാദങ്ങൾ. എന്താണ്? അസ്ഥിരവാദങ്ങൾ. ചില പ്രത്യേക അവസ്ഥകളിൽ രൂപം കൊള്ളുന്നതും തികച്ചും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളോടുകൂടിയതുമായ കാറ്റുകളാണ് അസ്ഥിരവാദങ്ങൾ. അസ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണമാണ് ചക്രവാതം, പ്രതിചക്രവാതം എന്നിവ. ചക്രവാതം, പ്രതിചക്രവാതം. ഒരു ന്യൂനമർദ്ദ പ്രദേശവും അതിനു ചുറ്റുമായി ഉച്ചമർദ്ദവും സൃഷ്ടിക്കപ്പെടുമ്പോൾ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്ക് അതിശക്തമായി ചുഴറ്റി വീശുന്ന കാറ്റാണ് ചക്രവാതം. ചക്രം എന്ന് പറഞ്ഞാൽ ചക്രം പോലെ വീശുന്ന കാറ്റായിരിക്കും അല്ലേ? അങ്ങനെ വിചാരിക്കുക. അപ്പോൾ സെൻട്രലിൽ എന്തായിരിക്കും? ന്യൂനമർദ്ദം. മർദ്ദം കുറവായിരിക്കും. ചുറ്റും മർദ്ദം കൂടുതലാണെങ്കിൽ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് സാധാരണ കാറ്റ് വീശുക. അപ്പോൾ എന്തായിരിക്കും? ഒരു ചുഴി പോലെ അല്ലേ? ഒരു ചുഴി പോലെ വീശുന്ന കാറ്റാണ് എന്ത്? ഈ ചക്രവാതം എന്ന് പറയുന്നത് അല്ലേ? പുറത്തു നിന്ന് ഉള്ളിലേക്ക്. അപ്പോൾ ഒരു ന്യൂനമർദ്ദ പ്രദേശവും അതിന് ചുറ്റുമായി ഉച്ചമർദ്ദവും സൃഷ്ടിക്കപ്പെടുമ്പോൾ ഉച്ചമർദ്ദ പ്രദേശങ്ങളിൽ നിന്ന് ന്യൂനമർദ്ദ കേന്ദ്രങ്ങളിലേക്ക് അതിശക്തമായി വീശുന്ന ചുഴലിക്കാറ്റാണ് ചക്രവാതം. കൊറിയോലിസ് പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിൽ ചക്രവാതങ്ങൾ കാറ്റ് വീശുന്നത് എതിർ ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിൽ ഘടികാര ദിശയിലുമാണ്. അപ്പോൾ എന്താണ് കൊറിയോലിസ് പ്രഭാവം എന്ന് പറഞ്ഞത്? എന്തായിരുന്നു? ഏതൊരു വസ്തുവും സഞ്ചാര ദിശയുടെ ഉത്തരാർദ്ധഗോളത്തിലാണെങ്കിൽ വലത്തോട്ടും, ദക്ഷിണാർദ്ധഗോളത്തിലാണെങ്കിൽ ഇടത്തോട്ടുമായിരിക്കും സഞ്ചരിക്കുക. അതല്ലേ കൊറിയോലിസ് പ്രഭാവം. എന്താണ് കൊറിയോലിസ് പ്രഭാവം? ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലനം ഉണ്ടാവുന്നതാണ് കൊറിയോലിസ് പ്രഭാവം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയുന്ന? കൊറിയോലിസ് പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിൽ ചക്രവാതങ്ങൾ കാറ്റ് വീശുന്നത് എതിർ ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിൽ ഘടികാര ദിശയിലുമാണ്. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയില്ലേ? 2 തരം ചക്രവാതങ്ങളാണ് ഉള്ളത്. ഉഷ്ണമേഖലാ ചക്രവാതങ്ങളും മിതോഷ്ണമേഖലാ ചക്രവാതങ്ങൾ. 2017 നവംബറിൽ ആഞ്ഞടിച്ച ഔഗി ചുഴലിക്കാറ്റ് ഏതു തരം ചക്രവാതമാണ്? ഉഷ്ണമേഖലാ ചക്രവാതം. ഏതാണ്? ഉഷ്ണമേഖലാ ചക്രവാതമാണ്. ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾക്ക് കാരണം ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടാകുന്ന പ്രാദേശിക മർദ്ദ വ്യതിയാനമാണ്. ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾക്ക് കാരണം എന്ത്? ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടാകുന്ന പ്രാദേശിക മർദ്ദ വ്യതിയാനം. ഉച്ചമർദ്ദ കേന്ദ്രത്തിൽ നിന്നും ചുറ്റുമുള്ള ന്യൂനമർദ്ദ പ്രദേശങ്ങളിലേക്ക് ശക്തിയായി കാറ്റ് ചുഴറ്റി വീശുന്ന പ്രതിഭാസമാണ് പ്രതിചക്രവാതം. ഉച്ചമർദ്ദ കേന്ദ്രത്തിൽ നിന്നും ചുറ്റുമുള്ള ന്യൂനമർദ്ദ പ്രദേശങ്ങളിലേക്ക് ശക്തമായി കാറ്റ് ചുഴറ്റി വീശുന്ന പ്രതിഭാസമാണ് പ്രതിചക്രവാതം എന്നറിയപ്പെടുന്നത്. പ്രതിചക്രവാതങ്ങൾ ഉത്തരാർദ്ധഗോളത്തിൽ ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിൽ എതിർ ഘടികാര ദിശയിലുമാണ് വീശുന്നത്. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. പ്രതിചക്രവാതങ്ങൾ എന്ന് പറഞ്ഞാൽ ഉത്തരാർദ്ധഗോളത്തിൽ ഘടികാര ദിശയിലായിരിക്കും, ദക്ഷിണാർദ്ധഗോളത്തിൽ എതിർ ഘടികാര ദിശയിലുമായിരിക്കും വീശുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ. 1802 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേതൃത്വത്തിൽ നികുതി സർവേ, ട്രോപ്പോഗ്രാഫിക്കൽ സർവേ, ട്രിഗ്നോമെട്രിക്കൽ സർവേ എന്നിങ്ങനെയുള്ള 3 ഭൂസർവേകളുടെ ചുമതല വഹിച്ചത് ആരാണ്? വില്യം ലാംപ്ടൺ ആണ്. 1818 വില്യം ലാംപ്ടണിൻ്റെ സഹായിയായി ഭൂസർവേയിൽ പങ്കെടുക്കുകയും തുടർന്ന് സർവേയറുടെ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്ത വ്യക്തിയാണ് ജോർജ് എവറസ്റ്റ്. ഹിമാലയ പർവ്വതനിരകളുടെ കൃത്യമായ അളവുകൾ രേഖപ്പെടുത്തിയ ആദ്യ സർവേക്ക് നേതൃത്വം നൽകിയത് ജോർജ് എവറസ്റ്റ് ആണ്. ഹിമാലയ നിരകളിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയുടെ പേര് മൗണ്ട് എവറസ്റ്റ് ആണ്. എന്താണ് പറഞ്ഞത്? വില്യം ലാംപ്ടൺ. ആരാണ് വില്യം ലാംപ്ടൺ? 1802 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേതൃത്വത്തിൽ നികുതി സർവേ,
ട്രിഗ്നോമെട്രിക്കൽ സർവേ എന്നിങ്ങനെ 3 ഭൂസർവേകളുടെ ചുമതല വഹിച്ചത് വില്യം ലാംപ്ടൺ ആയിരുന്നു. 1815 വില്യം ലാംപ്ടന്റെ സഹായിയായി വന്നത് ആരാണ്? ജോർജ് എവറസ്റ്റ് ആണ്. ഹിമാലയ പർവ്വതനിരയുടെ കൃത്യമായ അളവ് രേഖപ്പെടുത്തിയത് ആരാണ്? ജോർജ് എവറസ്റ്റ് ആണ്. ഹിമാലയ നിരകളിൽ ഏറ്റവും ഉയർന്ന കൊടുമുടിയുടെ പേര് മൗണ്ട് എവറസ്റ്റ് എന്നാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കാൻ സഹായിച്ച സർവേയാണ് 1802 ആരംഭിച്ച് 1854 പൂർത്തിയാക്കിയ ഭൂസർവേ. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമോപരിതല സവിശേഷതകളെയും വളരെ സൂക്ഷ്മമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ധരാതലീയ ഭൂപടങ്ങൾ. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമോപരിതല സവിശേഷതകളെയും വളരെ സൂക്ഷ്മമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ധരാതലീയ ഭൂപടങ്ങൾ അഥവാ ട്രോഫോഗ്രാഫിക് മാപ്പ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ധരാതലീയ ഭൂപടത്തിന്റെ നിർമ്മാണ ചുമതല സർവേ ഓഫ് ഇന്ത്യ എന്ന കേന്ദ്ര സർക്കാർ ഏജൻസിക്കാണ്. എന്താണ്? ഇന്ത്യയിൽ ധരാതലീയ ഭൂപടത്തിന്റെ നിർമ്മാണ ചുമതല ആർക്കാണ്? സർവേ ഓഫ് ഇന്ത്യ എന്ന കേന്ദ്ര സർക്കാർ ഏജൻസിക്കാണ്. ടോപ്പോഗ്രാഫിക് മാപ്പുകൾ എന്നറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ടോപ്പോ ഷീറ്റുകൾ. ടോപ്പോഗ്രാഫിക് മാപ്പുകൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ടോപ്പോ ഷീറ്റുകൾ. ടോപ്പോഗ്രാഫിക് എന്ന ഇംഗ്ലീഷ് പദം രൂപപ്പെട്ടിരിക്കുന്നത് ഗ്രീക്ക് വാക്കുകൾ ഏതൊക്കെയാണ്? ടോപ്പോ അഥവാ സ്ഥലം, ഗ്രാഫേ അഥവാ വരയ്ക്കുക. ടോപ്പോ അഥവാ സ്ഥലം, ഗ്രാഫേ അഥവാ വരയ്ക്കുക എന്നീ 2 ഗ്രീക്ക് വാക്കുകളിൽ നിന്ന് ടോപ്പോഗ്രാഫിക് എന്ന പദം രൂപപ്പെട്ടത്. ധരാതലീയ ഭൂപടങ്ങളുടെ നമ്പർ സൂചിപ്പിക്കുന്നത് ഭൂപടം പ്രതിനിധാനം ചെയ്യുന്ന സ്ഥലമാണ്. ധരാതലീയ ഭൂപടങ്ങളുടെ നമ്പർ സൂചിപ്പിക്കുന്നത് ഭൂപടം പ്രതിനിധാനം ചെയ്യുന്ന സ്ഥലം. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനമാണ് ഡെറാഡൂൺ. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ ആണ്. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ധരാതലീയ ഭൂപടങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സർവേ ഓഫ് ഇന്ത്യ ഭൂപടങ്ങൾ. എന്താണ്? ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ധരാതലീയ ഭൂപടങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സർവേ ഓഫ് ഇന്ത്യ ഭൂപടങ്ങൾ. ഒന്നുകൂടെ നോക്കാം. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമോപരിതല സവിശേഷതകളെയും വളരെ സൂക്ഷ്മമായി ചിത്രീകരിച്ച ഭൂപടങ്ങളാണ് ധരാതലീയ ഭൂപടങ്ങൾ. ഇന്ത്യയിൽ ധരാതലീയ ഭൂപടങ്ങളുടെ നിർമ്മാണ ചുമതല സർവേ ഓഫ് ഇന്ത്യ എന്ന കേന്ദ്ര സർക്കാർ ഏജൻസിക്കാണ്. ടോപ്പോഗ്രാഫിക് മാപ്പുകൾ എന്നറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ടോപ്പോ ഷീറ്റുകൾ. ടോപ്പോഗ്രാഫിക് എന്ന ഇംഗ്ലീഷ് പദം രൂപപ്പെട്ടിരിക്കുന്ന ഗ്രീക്ക് വാക്കുകൾ ഏതെല്ലാമാണ്? ടോപ്പോ, ഗ്രാഫേ എന്നീ പദങ്ങളാണ്. ധരാതലീയ ഭൂപടങ്ങളുടെ നമ്പർ സൂചിപ്പിക്കുന്ന ഭൂപടം പ്രതിനിധാനം ചെയ്യുന്ന സ്ഥലമാണ്. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ ആണ്. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ധരാതലീയ ഭൂപടങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സർവേ ഓഫ് ഇന്ത്യ ഭൂപടങ്ങൾ. സർവേ ഓഫ് ഇന്ത്യ ഭൂപടങ്ങൾ. ഓക്കെ. അടുത്തത്, ലോകം മുഴുവനായുള്ള ഭൂപടം ചിത്രീകരിച്ചിരിക്കുന്നത് എത്ര ടോപ്പോ ഷീറ്റുകളിലാണ്? ലോകം മുഴുവനായുള്ള ഭൂപടം ചിത്രീകരിച്ചിരിക്കുന്നത് എത്ര ടോപ്പോ ഷീറ്റുകളിലാണ് എന്ന് ചോദിച്ചാൽ 2222 ഷീറ്റുകൾ. എത്രയാണ്? 2222 ഷീറ്റുകളിലാണ്. ഇന്ത്യയും സമീപ രാജ്യങ്ങളും അടങ്ങിയ ഭൂപട പരമ്പരയിൽ ഉൾപ്പെട്ട ഷീറ്റുകൾ ഓരോന്നും 1:10 ലക്ഷം എന്ന തോതിലായതിനാൽ ഇവ അറിയപ്പെടുന്നത് മില്യൺ ഷീറ്റുകൾ എന്നാണ്. ഇന്ത്യയും സമീപ രാജ്യങ്ങളും അടങ്ങിയ ഭൂപട പരമ്പരയിൽ ഉൾപ്പെട്ട ഷീറ്റുകൾ ഓരോന്നും 1:10 ലക്ഷം എന്ന തോതിലായതിനാൽ അറിയപ്പെടുന്നത് മില്യൺ ഷീറ്റുകൾ എന്നാണ്. മില്യൺ ഷീറ്റുകളിലെ ഓരോ ഷീറ്റിനെയും 16 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഈ ഷീറ്റുകൾ അറിയപ്പെടുന്നത് ഡിഗ്രി ഷീറ്റുകൾ എന്നാണ്. മില്യൺ ഷീറ്റുകളിലെ ഓരോ ഷീറ്റിനെയും 16 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഈ ഷീറ്റുകൾ അറിയപ്പെടുന്നത് ഡിഗ്രി ഷീറ്റുകൾ എന്നാണ്. ധരാതലീയ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കാനുള്ള മാർഗങ്ങളാണ് കോണ്ടൂർ രേഖകൾ, ഫോം ലൈനുകൾ, സ്പോട്ട് ഹൈറ്റ്, ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ്, ബെഞ്ച് മാർക്ക് എന്നിവ. ധരാതലീയ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കാനുള്ള മാർഗങ്ങൾ ഏതെല്ലാമാണ്? കോണ്ടൂർ രേഖകൾ, ഫോം ലൈനുകൾ, സ്പോട്ട് ഹൈറ്റ്, ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ്, ബെഞ്ച് മാർക്ക് എന്നിവ. സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് കോണ്ടൂർ രേഖ. സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖയാണ് സാങ്കല്പിക രേഖയാണ് കോണ്ടൂർ രേഖ. ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം സർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തെ ഉയരം ഭൂപടങ്ങളിൽ തുടർച്ചയില്ലാത്ത രേഖകളാൽ ചിത്രീകരിക്കുന്നതാണ് ഫോം ലൈനുകൾ എന്ന് പറയുന്നത്. എന്താണ് ഫോം ലൈൻ? ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം സർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ഉയരം ഭൂപടങ്ങളിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ തന്നെ ഫോം ചെയ്യുന്നു. ഓക്കെ, തുടർച്ചയില്ലാത്ത രേഖകളായിട്ട് നമ്മൾ ഫോം ചെയ്യുന്നു. ഇതാണ് എന്തെന്നറിയപ്പെടുന്നത്? ഫോം ലൈനുകൾ എന്നറിയപ്പെടുന്നത്. ഒരു പ്രത്യേക സ്ഥാനത്തിൻ്റെ ഉയരം കണക്കാക്കുന്നതിന് വേണ്ടി ഭൂപടങ്ങളിൽ കറുത്ത ബിന്ദുവിനോട് ചേർന്നോ അല്ലാതെയോ ഉയരത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ രേഖപ്പെടുത്തുന്നതാണ് സ്പോട്ട് ഹൈറ്റുകൾ എന്ന് പറയുന്നത്. എന്താണ് സ്പോട്ട് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ? ഒരു പ്രത്യേക സ്ഥാനത്തിൻ്റെ ഉയരം കാണിക്കുന്നതിന് വേണ്ടി ഭൂപടത്തിൽ കറുത്ത ബിന്ദുവിനോട് ചേർന്നോ അല്ലാതെയോ ഉയരത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ രേഖപ്പെടുത്തുന്നതാണ് സ്പോട്ട് ഹൈറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്
ട്രിഗണോമെട്രിക്കൽ സർവേയിലൂടെ കണ്ടെത്തിയ സ്ഥലത്തിൻ്റെ ഉയരം ട്രയാങ്കിൾ ചിഹ്നത്തോടെ ഭൂപടങ്ങളിൽ രേഖപ്പെടുത്തുന്നതാണ് ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ്. ട്രിഗണോമെട്രിക്കൽ സർവേയിലൂടെ കണ്ടെത്തിയ സ്ഥലത്തിൻ്റെ ഉയരം ട്രയാങ്കിൾ ചിഹ്നത്തോടെ എന്ത് ചെയ്യുന്നു, ഭൂപടങ്ങൾ രേഖപ്പെടുത്തുന്നതാണ് ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് എന്നറിയപ്പെടുന്നത്. ജലസംഭരണികൾ, പ്രധാന കെട്ടിടങ്ങൾ മുതലായവയുടെ ഉയരം BM എന്ന അക്ഷരത്തോടെ രേഖപ്പെടുത്തുന്നതാണ് ബെഞ്ച് മാർക്ക്. ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ജലസംഭരണികൾ, അതുപോലെ പ്രധാന കെട്ടിടങ്ങൾ എന്നിവയുടെ ഉയരം എന്ത് ചെയ്യുന്നു, BM എന്ന അക്ഷരത്തോടു കൂടി രേഖപ്പെടുത്തുന്നു. ഇതാണ് എന്തെന്നറിയപ്പെടുന്നത്? ബെഞ്ച് മാർക്ക് എന്നറിയപ്പെടുന്നത്. ധരാതലീയ ഭൂപടങ്ങളിൽ ഭൂസവിശേഷതകളുടെ സ്ഥാനനിർണ്ണയത്തിനായി വടക്ക് തെക്ക് ദിശയിലും കിഴക്ക് പടിഞ്ഞാറ് ദിശയിലും രേഖപ്പെടുത്തിയിരിക്കുന്ന വരകളാണ് ഗ്രിഡ് റെഫറൻസ് എന്ന് പറയുന്നത്. എന്താണ് ഗ്രിഡ് റെഫറൻസ്? ധരാതലീയ ഭൂപടങ്ങളിൽ ഭൂസവിശേഷതകളുടെ സ്ഥാനനിർണ്ണയത്തിനായി വടക്ക് തെക്ക് ദിശയിലും കിഴക്ക് പടിഞ്ഞാറ് ദിശയിലും രേഖപ്പെടുത്തിയിരിക്കുന്ന വരകളാണ് എന്തെന്നറിയപ്പെടുന്നത്? ഗ്രിഡ് റെഫറൻസ് എന്നറിയപ്പെടുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്തോളൂ. വടക്ക് തെക്ക് ദിശയിൽ വരയ്ക്കപ്പെട്ടിരിക്കുന്ന വരകളാണ് ഈസ്റ്റിങ്സ് എന്നറിയപ്പെടുന്നത്. വടക്ക് തെക്ക് ദിശയിൽ വരയ്ക്കപ്പെട്ടിരിക്കുന്ന വരകൾ എന്തെന്നറിയപ്പെടുന്നു? ഈസ്റ്റിങ്സ് എന്നറിയപ്പെടുന്നു. കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരച്ചിരിക്കുന്ന അല്ലെങ്കിൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വരകളാണെന്ത്? നോർത്തിങ്സ് എന്ന് അറിയപ്പെടുന്നത്. ധരാതലീയ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കാനുള്ള മാർഗ്ഗങ്ങൾ കോണ്ടൂർ രേഖകൾ, ഫോം ലൈനുകൾ, സ്പോട്ട് ഹൈറ്റ്, ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ്, ബെഞ്ച് മാർക്ക് എന്നിവയാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള പ്രദേശങ്ങൾ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് കോണ്ടൂർ രേഖ. ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ഉയരം ഭൂപടങ്ങളിൽ തുടർച്ചയില്ലാത്ത രേഖകളാൽ ചിത്രീകരിക്കുന്നതാണ് ഫോം ലൈനുകൾ. ഒരു പ്രത്യേക സ്ഥാനത്തിൻ്റെ ഉയരം കാണിക്കുന്നതിന് വേണ്ടി ഭൂപടങ്ങളിൽ കറുത്ത ബിന്ദുവിനോട് ചേർന്നോ അല്ലാതെയോ ഉയരത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ രേഖപ്പെടുത്തുന്നതാണ് സ്പോട്ട് ഹൈറ്റുകൾ. ട്രിഗണോമെട്രിക്കൽ സർവേയിലൂടെ കണ്ടെത്തിയ സ്ഥലത്തിൻ്റെ ഉയരം ട്രയാങ്കിൾ ചിഹ്നത്തോടെ ഭൂപടത്തിൽ രേഖപ്പെടുത്തുന്നതാണ് ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ്. ജലസംഭരണികൾ, പ്രധാന കെട്ടിടങ്ങൾ മുതലായവയുടെ ഉയരം BM എന്ന അക്ഷരത്തോടെ രേഖപ്പെടുത്തുന്നതാണ് ബെഞ്ച് മാർക്ക്. ധരാതലീയ ഭൂപടങ്ങളിൽ ഭൂസവിശേഷതകളുടെ സ്ഥാനനിർണ്ണയത്തിനായി വടക്ക് തെക്ക് ദിശയിലും കിഴക്ക് പടിഞ്ഞാറ് ദിശയിലും രേഖപ്പെടുത്തിയിരിക്കുന്ന വരകളാണ് ഗ്രിഡ് റെഫറൻസ്. വടക്ക് തെക്ക് ദിശയിൽ വരയ്ക്കപ്പെടുന്ന വരകളാണ് ഈസ്റ്റിങ്സ്. കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരയ്ക്കപ്പെടുന്ന വരകളാണ് നോർത്തിങ്സ്. നോക്കൂ, അടുത്ത് എന്താ തന്നിരിക്കുന്നത്? ഭൂസവിശേഷതകളും അതുപോലെ അവയെ സൂചിപ്പിക്കുന്ന നിറങ്ങളും തന്നിട്ടുണ്ട് അല്ലേ? നോക്കാം. അക്ഷാംശ രേഖാംശ രേഖകൾ, വരണ്ട ജലാശയങ്ങൾ, റെയിൽ പാത, ടെലഫോൺ, ടെലഗ്രാഫ് ലൈനുകൾ, അതിർത്തി രേഖകൾ എന്നിവയെ സൂചിപ്പിക്കുന്നത് ഏത് നിറത്തിലാണ്? കറുപ്പ് നിറത്തിലാണ്. ഏതൊക്കെയാണ്? അക്ഷാംശ രേഖാംശ രേഖകൾ, വരണ്ട ജലാശയങ്ങൾ, റെയിൽ പാത, ടെലഫോൺ, ടെലഗ്രാഫ് ലൈനുകൾ, അതിർത്തി രേഖകൾ എന്നിവയെ സൂചിപ്പിക്കുന്ന എന്ത് നിറത്തിലാണ്? കറുപ്പ് നിറത്തിലാണ്. സമുദ്രങ്ങൾ, നദികൾ, കുളങ്ങൾ, കിണറുകൾ, കുഴൽക്കിണറുകൾ എന്നീ ജലസാന്നിധ്യമുള്ള ജലാശയങ്ങൾ സൂചിപ്പിക്കുന്നത് നീല നിറത്തിലാണ്. ഏതൊക്കെയാണ്? സമുദ്രങ്ങൾ, നദികൾ, കുളങ്ങൾ, കിണറുകൾ, കുഴൽക്കിണറുകൾ എന്നീ ജലസാന്നിധ്യമുള്ള ജലാശയങ്ങളെ സൂചിപ്പിക്കുന്നത് ഏത് നിറത്തിലാണ്? നീല നിറത്തിലാണ്. അടുത്തത് വനങ്ങൾ, പുൽമേടുകൾ, മരങ്ങളും കുറ്റിച്ചെടികളും ഫലവൃക്ഷത്തോട്ടങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്നത് പച്ച നിറത്തിലാണ്. വനങ്ങൾ, പുൽമേടുകൾ, മരങ്ങളും കുറ്റിച്ചെടികളും ഫലവൃക്ഷത്തോട്ടങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്നത് പച്ച നിറത്തിലാണ്. കൃഷിസ്ഥലങ്ങളെ സൂചിപ്പിക്കുന്നത് മഞ്ഞ നിറത്തിലാണ്. കൃഷിസ്ഥലങ്ങളെ മഞ്ഞ നിറത്തിൽ സൂചിപ്പിക്കുന്നു. തരിശുഭൂമി സൂചിപ്പിക്കുന്നത് വെള്ള നിറത്തിലാണ്. തരിശുഭൂമി വെള്ള നിറത്തിൽ. പാർപ്പിടങ്ങൾ, റോഡ്, പാതകൾ, ഗ്രിഡ് ലൈനുകൾ, ഈസ്റ്റിങ്സും നോർത്തിങ്സും. ഗ്രിഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഈസ്റ്റിങ്സും നോർത്തിങ്സും. ഇവയെ സൂചിപ്പിക്കുന്നത് ചുവന്ന നിറത്തിലാണ്, ചുവപ്പ് നിറത്തിലാണ്. പാർപ്പിടങ്ങൾ, റോഡ്, പാതകൾ, ഗ്രിഡ് ലൈനുകൾ എന്നിവയെ സൂചിപ്പിക്കുന്നത് ചുവപ്പ് നിറത്തിലാണ്. കോണ്ടൂർ രേഖകൾ, മണൽക്കൂനകളും മണൽക്കുന്നുകളും ഇവയെ സൂചിപ്പിക്കുന്നത് തവിട്ട് നിറത്തിലാണ്. കോണ്ടൂർ രേഖകൾ, മണൽക്കൂനകളും മണൽക്കുന്നുകളും ഇവയെ സൂചിപ്പിക്കുന്നത് തവിട്ട് നിറത്തിലാണ്. ഓക്കെ, ക്ലിയർ ആയോ? അടുത്തത്, ഈസ്റ്റിങ്സിൻ്റെ മൂല്യം കിഴക്കുദിശയിലേക്ക് പോകുന്തോറും കൂടി വരുന്നു. ഈസ്റ്റിങ്സിൻ്റെ മൂല്യം കിഴക്കുദിശയിലേക്ക് പോകുന്തോറും കൂടി വരുന്നു. നോർത്തിങ്സിൻ്റെ മൂല്യം വടക്കുദിശയിലേക്ക് പോകുന്തോറും കൂടി വരുന്നു. ഓരോ കോണ്ടൂർ രേഖയോടൊപ്പമുള്ള സമുദ്രനിരപ്പിൽ നിന്നുള്ള അവയുടെ ഉയരം രേഖപ്പെടുത്തുന്നത് അറിയപ്പെടുന്നത് കോണ്ടൂർ മൂല്യങ്ങൾ. ഓരോ കോണ്ടൂർ
രേഖയോടൊപ്പം സമുദ്രനിരപ്പിൽ നിന്നുള്ള അവയുടെ ഉയരം അറിയപ്പെടുന്നത് കോണ്ടൂർ മൂല്യങ്ങൾ എന്നാണ്. അടുത്തടുത്ത രണ്ട് കോണ്ടൂർ രേഖകളുടെ മൂല്യവ്യത്യാസമാണ് കോണ്ടൂർ ഇടവേള. അടുത്തടുത്ത രണ്ട് കോണ്ടൂർ രേഖകളുടെ മൂല്യവ്യത്യാസമാണ് കോണ്ടൂർ ഇടവേള. 1:50,000 തോതിലുള്ള ധരാതലീയ ഭൂപടങ്ങളിൽ സാധാരണയായി കോണ്ടൂർ ഇടവേള എത്ര മീറ്റർ ആയിരിക്കും? 20 മീറ്റർ. 1:50,000 തോതിലുള്ള ധരാതലീയ ഭൂപടങ്ങളിൽ സാധാരണയായി കോണ്ടൂർ ഇടവേള എത്രയായിരിക്കും? 20 മീറ്റർ. ഉയർന്ന ഭൂപ്രദേശങ്ങളുടെ സ്ഥലാകൃതി മനസ്സിലാക്കുന്നതിന് സാധാരണ എത്ര മീറ്റർ ഇടവേളകളുള്ള കോണ്ടൂർ രേഖകളെയാണ് ഉപയോഗിക്കുന്നത്? 100 മീറ്റർ. ഉയർന്ന പ്രദേശങ്ങളുടെ സ്ഥലാകൃതി മനസ്സിലാക്കുന്നതിന് സാധാരണ എത്ര മീറ്റർ ഇടവേളയുള്ള കോണ്ടൂർ രേഖകളാണ് ഉപയോഗിക്കുന്നത്? 100 മീറ്റർ. ധരാതലീയ ഭൂപടങ്ങളിലെ കോണ്ടൂർ രേഖകളിൽ നിന്ന് മനസ്സിലാക്കാവുന്ന 3 കാര്യങ്ങൾ: ഭൂപ്രദേശത്തിൻ്റെ ഉയരം, ചരിവിൻ്റെ സ്വഭാവം, ഭൂരൂപത്തിൻ്റെ ആകൃതി. ധരാതലീയ ഭൂപടങ്ങളുടെ മാർജിനുകൾക്ക് പുറത്ത് ഭൂപടങ്ങളെ സംബന്ധിച്ച് നൽകിയിരിക്കുന്ന പൊതുവിവരങ്ങൾ അറിയപ്പെടുന്നത് പ്രാഥമിക വിവരങ്ങൾ. ധരാതലീയ ഭൂപടത്തിലെ ഭൗതിക സവിശേഷതകൾ എന്തൊക്കെയാണ്? ജലാശയങ്ങൾ, വിവിധ ഭൂരൂപങ്ങൾ എന്നിവ കാണപ്പെടുന്നതാണ് ഇതിൻ്റെ ഭൗതിക സവിശേഷത. ധരാതലീയ ഭൂപടത്തിലെ സാംസ്കാരിക സവിശേഷതകൾ എന്തെല്ലാമാണ്? പാർപ്പിടങ്ങൾ, റോഡുകൾ, അതിർത്തികൾ, ആരാധനാലയങ്ങൾ, കൃഷിസ്ഥലങ്ങൾ, പോസ്റ്റ് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, പാലം, കിണർ തുടങ്ങിയ മനുഷ്യനിർമ്മിത സവിശേഷതകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് സാംസ്കാരിക സവിശേഷത എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഭൂപടം എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? അതിൻ്റെ ആ ഒരു ബൗണ്ടറിക്ക് പുറത്ത് സൂചിപ്പിക്കുന്നതാണ് എന്ത്? പ്രാഥമിക വിവരങ്ങൾ അല്ലേ? അതിൽ ഈ പറയുന്ന പോലെ എന്താണ്, കറുപ്പ് നിറത്തിലും അതുപോലെ ത്രികോണാകൃതിയിലും ഒക്കെ ആയിട്ട് ഓരോ ചിഹ്നങ്ങൾ തന്നിട്ടുണ്ടാവും. അതിലെന്തായിരിക്കും സൂചിപ്പിച്ചിരിക്കുക? അതിൻ്റെ സവിശേഷതകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും അല്ലേ? സാംസ്കാരികവും ഭൗതികവുമായിട്ടുള്ള സവിശേഷതകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും. ഇതാണ് എന്ത്? പ്രാഥമിക വിവരങ്ങളെന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. അതുപോലെ തന്നെ നമ്മുടെ ഈ മൊഡ്യൂളും കംപ്ലീറ്റ് ആയിരിക്കുകയാണ് കേട്ടോ. 4th മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമ്മൾ 5th മൊഡ്യൂളും 6th മൊഡ്യൂളും അതുപോലെ തന്നെ ഫിസിക്സും കെമിസ്ട്രിയും കൂടെ പെൻഡിങ് ഉണ്ട്. അതിൽ കുറച്ച് അധ്യായങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. അതുകൊണ്ട് നമ്മളത് വേഗം കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്